ഇത് രണ്ടാം ഭാഗം നമ്മൾ അവസാനിപ്പിച്ചതാണ്. അങ്ങനെ അറിഞ്ഞാൽ ഈശാവാസ്യമിതം സർവം, അതായത് എല്ലാം ജഗത്തിൻ്റെ സ്വഭാവം എന്ത് എന്നുള്ള ഇങ്ങനെ അറിഞ്ഞാൽ ഈ പിന്നെ സേവയൊക്കെ ചെയ്ത് ഗുരുവിനൊക്കെ ഈ പ്രമാണങ്ങളൊക്കെ സ്വാനുഭൂതി സമ്പന്നരായ ഋഷീശ്വരന്മാരെ പരമ്പരയായി പ്രവർത്തിപ്പിച്ചു പോകുന്ന ഈ പ്രമാണത്തെ സ്വീകരിച്ചുകൊണ്ട് ഇത് ഗുരുവിനെ പ്രാപിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഈശാവാസ്യം ഇതം സർവം, ജഗത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആധുനിക ലോകവീക്ഷണം എന്നത് നേരത്തെ ഞാൻ പറഞ്ഞു, അത് പോസ്റ്റ് എൻലൈറ്റൻമെന്റ് എന്ന് പറഞ്ഞു. ആ ഭാഗമാണ് നമ്മളത്. ഇത് ഡാർവിനാനന്തരവും കൂടിയാണ്. ഇത് പോസ്റ്റ് ഡാർവീനിയൻ. ഈ മനുഷ്യ പ്രകൃതിയെക്കുറിച്ചുള്ള ഡാർവീനിയൻ തിരിച്ചറിവുകൾ, ഇതാണ് അഭൗമ വിശ്വാസങ്ങളെ, പ്രകൃത്യതീത വിശ്വാസങ്ങളൊക്കെ ആധുനിക സമൂഹത്തിൽ നിന്ന് ഒഴിപ്പിച്ചത്. ചാണകത്തിൽ തുടങ്ങി അതിനുശേഷം വരുന്ന ഡാർവീനിയൻ ധാരണകളാണ് ഈ പ്രകൃത്യതീത വിശ്വാസങ്ങളെ പാശ്ചാത്യ സമൂഹത്തിൽ നിന്ന് വലിയൊരളവോളം ഒഴിപ്പിച്ചു കളഞ്ഞത്. ഇതാണ് ജെ സിംസൺ പറയുന്നത്. ജി സിംസൺ എന്നൊരാൾ പറഞ്ഞൊരു പ്രസിദ്ധ വാചകം. മനുഷ്യ പ്രകൃതിയെക്കുറിച്ചും ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായി 1859 മുൻപ് നടന്നിട്ടുള്ള എല്ലാ ശ്രമങ്ങളും വിലയില്ലാത്തതാണ്. അവയെ മൊത്തത്തിൽ അവഗണിക്കുകയാണ് നമുക്ക് നല്ലത്. എന്താണ് 1859? അന്നാണ് ഒറിജിനൽ സ്പീഷീസ് പബ്ലിഷ് ചെയ്തത്. അതിനുശേഷം നമ്മുടെ ലോകവീക്ഷണം മൊത്തം മാറിയിട്ടുണ്ട്. ഡാർവിനാനന്തര ലോകവീക്ഷണം ആയിട്ടുണ്ട്. ഇത് എപ്പോഴാണ്? 3000 കൊല്ലം മുമ്പ് ഉള്ള സാധനമാണ്. ഈശാവാസ്യം ഇതം സർവം, ലോകത്തിലുള്ള അനിത്യങ്ങളായ വസ്തുക്കളെല്ലാം നിത്യനായ ഈശ്വരനെ കൊണ്ട് മറക്കണം. അതായത് സർവ്വവസ്തുക്കളുടെയും അന്തര്യാമിയായിരിക്കുന്ന പരമാത്മാവ് മാത്രമേ നിത്യവും സത്യവുമായിട്ടുള്ളതെന്നും പ്രപഞ്ചത്തിൽ കാണുന്ന മറ്റെല്ലാ വസ്തുക്കളും അനിത്യവും മിഥ്യയുമാണെന്നും അറിഞ്ഞുകൊള്ളേണ്ടതാണ്. ഇതാണ് ഈശാവാസ്യം ഇതം സർവം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇത് സത്യമാണ്, ഇത് അതോറിറ്റിയാണ്, ഇത് വേദാന്തശാസ്ത്രം പറയുന്നതാണെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, വേദാന്ത പറയുന്നത്. മാത്രമല്ല ഗാന്ധി പറയുന്നതാണ് ഈ വാചകം. എല്ലാ ഉപനിഷത്തുകളും മറ്റു ശ്രുതികളും പെട്ടെന്ന് ഭസ്മമായി പോയാലും ഈശോപനിഷത്തിലെ പ്രഥമ മന്ത്രം ഇതാണ്, ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് എന്നുള്ള ഈ ഒരു മന്ത്രം ഹിന്ദുക്കളുടെ മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ ഹിന്ദുമതം എന്നും നിലനിൽക്കും എന്ന തീരുമാനത്തിൽ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നു ഗാന്ധി പറയുന്നു. ഇവിടെ ഗാന്ധിയുടെ ഒരു പഴയ ചിത്രം, ഗാന്ധിയുടെ പിൻകുടുംബ ഉള്ള ഒരു ചിത്രം ഞാനിവിടെ വെച്ചതാണ്. ഇത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന സമയത്തുള്ള ഒരു ചിത്രമാണ്. ഇതാണ് അടിസ്ഥാന ഒരു എന്താ പറയുക, ബ്രാഹ്മണിക ലോകബോധത്തിൻ്റെ ഒരു അടിസ്ഥാന സ്റ്റേറ്റ്മെൻ്റാണിത്, അടിസ്ഥാന പ്രസ്താവനയാണിത്, ഈശാവാസ്യമിതം സർവം എന്ന് പറഞ്ഞാൽ. ഇതിൽ നമുക്ക് ഇപ്പം നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ഈശ്വരൻ ബ്രഹ്മം എന്നൊക്കെ പറയുന്ന സാധനമാണ്, അന്തര്യാമിയായിരിക്കുന്ന പരമാത്മാവ് മാത്രമേ നിത്യവും സത്യവുമായിട്ടുള്ളൂ. ഇതാണ് പ്രപഞ്ചം മുഴുവൻ ഇതുകൊണ്ടാണ് എന്നുള്ളത്. ഇതിൽ പലപ്പോഴും ആവർത്തിച്ചുള്ളൊരു വാചകം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതാണ്. The shift in perspective from theism to atheism is arguably the single most important bit of progress in fundamental ontology over the last 500 years. C.N. കരോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് പറഞ്ഞാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വാചകമാണ്. അതായത് 500 കൊല്ലത്തിനിടയിൽ ഈ ഓണ്ടോളജി, ഭവശാസ്ത്രം എന്ന് പറയുന്നത്, ഓണ്ടോളജിയിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനമായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ലാതായി എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് മാറ്റേഴ്സ് ടു പീപ്പിൾ എ ലോട്ട്. കഴിഞ്ഞ 500 കൊല്ലത്തിലേക്ക് ഉണ്ടായിട്ടുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊരു 3000 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഏത് ഈശാവാസ്യമിതം സർവം എന്നുള്ളത്. 500 കൊല്ലത്തിന് ശേഷം ഇതൊക്കെ വളരെയധികം മാറിക്കഴിഞ്ഞു. ഇതൊന്നും പക്ഷെ അങ്ങോട്ട് ബാധകമല്ല. അപ്പൊ ഈ ഉപനിഷത്ത് ഉന്നയിക്കുന്ന വാദങ്ങളൊക്കെ നമ്മൾ അത്തീസ്റ്റുകളെ സംബന്ധിച്ച്, അത്തീസ്റ്റ് ഞാൻ വളരെ ലളിതമായിട്ട് പറയുന്നത്, വലിയ യുക്തിവാദമൊന്നും വേണ്ട, കേവലമായ നിരീശ്വരവാദികൾക്ക് തന്നെ നോക്കിയാൽ കൃത്യമായി നമ്മൾ സാധാരണ നിരീശ്വരവാദികൾ പറയുന്ന വാദങ്ങൾ കൊണ്ട് തന്നെ, എൻലൈറ്റൻമെന്റ് സ്റ്റൈൽ ക്രിട്ടിക് കൊണ്ട് തന്നെ ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് പൊളിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. എത്തീസം 101 മതി എന്നാ. അതാണ് ഞാൻ ഓരോതായിട്ട് കാണിക്കും. ഒന്നാമത് ഒരു പോയിന്റ് ഇതാണ്, ഈശാവാസ്യമിതം സർവം എന്നുള്ളതിനുള്ള അതിന്റെ വിശദീകരണമാണ്, അതിന് ന്യായീകരണങ്ങളാണ് ഇവിടെ സ്വാമി ചിദാനന്ദപുരി തരുന്നത്. ശരി, മനുഷ്യൻ ഈ ലോകത്തെ കാണുന്ന സമയത്ത് തീർത്തും വിലക്ഷണങ്ങളായ ഘടകങ്ങളെന്ന് മാത്രമല്ല, പിന്നെ ഒരു നിയമിതമായ ക്രമത്തിൽ ഇതെല്ലാം നിലനിർത്തപ്പെടുന്നു. ഒരു നിയമം ഈ പ്രതിഭാസങ്ങളെ മുഴുവൻ അടക്കി വാഴുന്നു. നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അത്ഭുതകരമായൊരു നിയമം. ചേരുംപടി ഈ വിവിധ ഘടകങ്ങൾ ചേർക്കപ്പെട്ട വസ്തുത നമ്മൾ കാണുന്നു.
ഇന്ന ദേശത്ത് ഇന്നത്, ഇന്ന കാലത്ത് ഇന്നതെന്ന തോതിലൊരു നിയമക്രമം നമ്മൾ അറിയുന്നു. നിയമക്രമമുണ്ടെങ്കിൽ നിയാമകനുണ്ടായിരിക്കണം. നിയാമകനെ കൂടാതെ നിയമമില്ല. ആര് നിയാമകൻ അറിയില്ല, പക്ഷെ നിയാമകനുണ്ട്. അതെന്റെ യുക്തിയാണ്. യുക്തിയെ ഒരിക്കലും പണയം വയ്ക്കരുത്. വിശ്വാസത്തിന്റെ പേരിലോ ഭക്തിയുടെ പേരിലോ ഒന്നും യുക്തിയെ വെടിയരുത്. ചിന്തിക്കുക. നിയമമുണ്ട് ഇവിടെ. അതാണ് ഇതിന്റെ വാചകം ശ്രദ്ധിക്കണം. ലോകം എല്ലാം വളരെ കൃത്യ നിയമം അനുസരിച്ച് നടക്കുന്നത്. ഒരു നിയമമുണ്ടെങ്കിൽ ആ നിയമം ഉണ്ടാക്കിയ ഒരാളുണ്ടാവണം, നിയാമകൻ ഉണ്ടാവണം. യുക്തിയെ കൈവെടിയെന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. ഇത് 927 YIM നോട്ടെക്സ് ബേസിക് അത്തീസം ബെർട്രൻഡ് റസ്സൽ പറഞ്ഞിട്ടുണ്ട്. ഈ സാധനം നാച്ചുറൽ ലോ ആർഗ്യുമെന്റ്. ഇത് വലിയ മോഹനം വൈദ്യരുടെ ഭാഷ പറഞ്ഞ വലിയ ആനയും കോടയൊന്നും വേണ്ട, വലിയ സയൻസ് ഒന്നും പഠിക്കണ്ട. അത് 927 YIM നോട്ടെക്സിൽ ബെർട്രൻഡ് റസ്സൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ന ദേശത്തിന്നത്, ഇന്ന കാലത്തിന്നത്, ഇന്ന തോതിലൊരു നിയമക്രമം നമ്മൾ അറിയുന്നു. നിയമക്രമം ഉണ്ടെങ്കിൽ നിയാമകൻ ഉണ്ടായിരിക്കും. ഇതാണ് ആർഗ്യുമെന്റ്. ഇപ്പം കുഞ്ഞുണ്ണി മാഷൊക്കെ പറഞ്ഞ പോലെ മാവ് പൂക്കുന്ന കാലത്ത് മാവ് പൂക്കുന്നത് എങ്ങനെയെന്നാണ് അത്ഭുതപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഇതിങ്ങനെ സംഭവിക്കുന്നു. ഇത് കൃത്യമായി ഈ മുക്കുറ്റി പൂക്കേണ്ട കാലത്ത് മുക്കുറ്റി പൂക്കുന്നു, കൊന്ന പൂക്കേണ്ട സമയത്ത് കൊന്ന പൂക്കുന്നു, മാവ് പൂക്കേണ്ട സമയത്ത് മാവ് പൂക്കുന്നു. അങ്ങനെ കൃത്യമായി അടുത്ത കൊല്ലം വരെ വീണ്ടും മാവും ചക്കയും വിഷുവും തിരുവാതിരയും ഓണായിട്ട് ഇങ്ങനെ പോകുന്നു. വലിയൊരു അത്ഭുതമല്ലേ ലോകം. അതാണ്. അപ്പൊ ഇതാണ്. അപ്പൊ ഇതൊരു നിയമം, ഇതിനൊരു നാച്ചുറൽ ലോ പ്രകാരമാണ്. അപ്പൊ ഇത് എന്താണ് ഇതിന്റെ നാച്ചുറൽ ലോ? ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ടാണല്ലോ, ഈ ഭൂമി ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ടാണല്ലോ ഇതിന്റെ ഒരു നിയമം അനുസരിച്ച് കറങ്ങുന്നതുകൊണ്ടാണ്. അത് ന്യൂട്ടൺസ് ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ, ന്യൂട്ടന്റെ നിയമം. അപ്പൊ ഈ ന്യൂട്ടന്റെ നിയമം ഉണ്ടാക്കാൻ ഒരാളുവാണല്ലോ. ന്യൂട്ടൺ കണ്ടെത്തിയ ഈ നിയമം അനുസരിച്ചാണ് ഇതൊക്കെ മൂവ് ചെയ്യുന്നത്. അപ്പൊ നിയമം ഉണ്ടെങ്കിൽ നിയാമകനുണ്ട്. ഇതാണ് ആർഗ്യുമെന്റ്. ഞാനിടയിൽ ആലോചിച്ചത് ഈ ഇസ്ലാമിസ്റ്റ് ആൾക്കാർക്കും ഹിന്ദുവിയർക്കൊക്കെ അൾട്ടിമേറ്റ് ആയിട്ട് ഈ അവര് ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്രിസ്ത്യൻ ആൾക്കാരുടെ വാദങ്ങളാണ്. പലപ്പോഴും അവരുടെ കുറേ ആർഗ്യുമെന്റ് ഉണ്ട്. ഇസ്ലാമിക് ക്രിയേഷനിസ്റ്റ് വേണ്ടില്ലേ, ഈ ക്രിസ്ത്യൻ വെബ്സൈറ്റുകൾ അതേപോലെ കോപ്പി അടിച്ച് വെക്കുക. അവിടെ കുറേ കാലമായി നടന്നിട്ടുള്ളതുകൊണ്ട്. കാരണം അവിടെ ഒരു പാരമ്പര്യമായിട്ട് ഇതിനെ പുളിക്കലും ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ വളരെ റിഫൈൻ ചെയ്തിട്ടുണ്ട് അവരെ ആർഗ്യുമെന്റുകൾ ആ കാലത്ത്. അത് എന്നെടുത്തിട്ട് ഇവിടെ പ്രയോഗിക്കുകയാണ് പലപ്പോഴും നടക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഏതായാലും ഇതാണ് ന്യൂട്ടന്റെ നിയമം. അവിടെ ഉണ്ട്, ന്യൂട്ടൻ കണ്ടെത്തിയ നിയമമുണ്ട്. അപ്പോൾ ആ നിയമം ഉണ്ടെങ്കിൽ ഒരു നിയാമകൻ ഉണ്ടാവും. ന്യൂട്ടൻ പോലും അങ്ങനെ കരുതിയിട്ടുണ്ടാവാം. താൻ ന്യൂട്ടൻ ശാസ്ത്രത്തിന് വേണ്ടി ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ സമയം മതത്തിന് വേണ്ടി ചിലവാക്കിയ ആളാണ് ന്യൂട്ടൻ. അദ്ദേഹത്തിന് ഒരുപാട് മതപരമായ എഴുത്തുകളെ കണ്ടമാനുണ്ട്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചിരുന്നത് ദൈവം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കാര്യങ്ങളെ കണ്ടെത്താനാണ് ഞാൻ ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. അപ്പോൾ ഈ നിയാമകൻ അവിടെ ഉണ്ട്, ന്യൂട്ടന്റെ ഇതാണത്. അപ്പോൾ നമ്മൾ അതിനൊന്ന് റസ്സൽ പറയുന്ന ഇത് നോക്കിയാൽ മതി. Convenient and simple explanation that saved them the trouble of looking any further for explanations of the law of gravitation. അപ്പൊ അതവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കൂടി. അതായത് ഇന്ന കാലത്ത് ഇന്ന് എന്നുള്ളൊരു നിയമം ഉണ്ടല്ലോ, ഇത് ചലിപ്പിക്കുന്ന ഒരു ഗ്രാവിറ്റേഷൻ നിയമമുണ്ടല്ലോ, ഈ നിയമത്തിന് നിയാമകൻ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ ഈ നിയമം എന്നതിന്റെ സ്വഭാവം എന്താണ്? വാസ്തവത്തിൽ നിയമം എന്ന് പറയുന്നതോടുകൂടി അതിന്റെ പിന്നിലേക്ക് പോകുന്നതിൽ നിന്ന് മാറി നിൽക്കാനുള്ളൊരു ഉപാധിയാണെന്നാണ് ഇവിടെ റസ്സൽ പറയാം. സൂര്യനേറ്റും ഭൂമി ഇറങ്ങാൻ്റെ കാരണം അതിന് ഗുരുത്വാകർഷണ നിയമമാണ്. അപ്പോൾ അത് ഈശ്വരകൽപ്പിതമായ നിയമമാണ്. അത് പറയുന്നത് എന്തിനാണ്? ആ നിയമത്തെ തന്നെ വിശദീകരിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്നൊരു ഒഴിവ് കഴിവ് മാത്രമാണ് എന്നാണ് റസ്സൽ പറയാം. ഐൻസ്റ്റീൻസ് ജീനിയസ് ചേഞ്ച് സയൻസ് പെർസെപ്ഷൻ ഓഫ് ഗ്രാവിറ്റി. നമ്മൾ ഈ ഗ്രാവിറ്റിയെക്കുറിച്ചുള്ള ന്യൂട്ടോണിയൻ നിയമം എന്ന സങ്കല്പം തന്നെ മാറി പിന്നീട്. Einstein succeeded in showing that matter and space-time mutually interact to mimic Newton's naive idea that masses attract each other എന്നാണ് ഈ സയൻസ് ന്യൂസിൽ വന്നൊരു ആർട്ടിക്കിൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നിഷ്കപടനായ പച്ചപരമാർത്ഥിയായ നിഷ്കളങ്കനായ എന്നൊക്കെ നെയ്വ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. ന്യൂട്ടൺസ് നെയ്വ് ഐഡിയ എന്നാണ് പറയുന്നത്. അതായത് വളരെ ബാലസഹജമായ ന്യൂട്ടന്റെ ആശയമാണ് ലോ എന്നുള്ളത്. അതിനൊരു പ്രകൃതി നിയമം എന്ന് പറയുന്നത്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പിന്നീട് ഐൻസ്റ്റൈൻ വരുമ്പോഴേ അതിന്റെ പിന്നിലേക്കും കൂടി പോവാണ്. അതിനെ തന്നെ റീഡിഫൈൻ ചെയ്യുന്നു. ഗ്രാവിറ്റി ഈസ് നോട്ട് എൻ ഓർഡിനറി ഫോഴ്സ്. അതിങ്ങനെ ഒരു നിയമം, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഈ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ചന്ദ്രനിലേക്ക് ഒരു ആളെ ഇറക്കാൻ പോലും നമുക്ക് ഇതുകൊണ്ട് സാധിക്കും. കാരണം അത്ര കറക്റ്റാണിത്. എന്നാൽ പോലും വാസ്തവത്തിൽ എന്താണ് അത് ഇസ് റാദർ എ പ്രോപ്പർട്ടി ഓഫ് സ്പേസ് ആൻഡ് ജംപ്. ഇങ്ങനെ ഈ പറയുന്ന നിയമം എന്ന് പറഞ്ഞാൽ നമ്മളുടെ
അതിൻ്റെ ഒരു ആഖ്യാനം മാത്രമാണ്, നമ്മളുടെ ഒരു നിരീക്ഷണം മാത്രമാണ്. അങ്ങനെ ഒരു നിയമമില്ല വാസ്തവത്തിൽ. ഒരു ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഒരു ലോ ആയിട്ട് പറയുന്നത് വാസ്തവത്തിൽ അർത്ഥമില്ലാത്ത കാര്യമാണെന്ന് പറയുന്നത്. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എക്സ്പ്ലെയിൻസ് ഗ്രാവിറ്റി ആസ് എ ഡിസ്റ്റോർഷൻ ഓഫ് സ്പേസ് എന്നാണ്, ഓർ മോർ പ്രിസൈസ്ലി സ്പേസ് ടൈം. ഈ സ്പേസ് ടൈമിൻ്റെ ഒരു വളവ് എന്നുള്ള നിലക്കാണ് ഇന്ന് ഗ്രാവിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് ഈ നിയമത്തിൻ്റെ ഒരു പ്രയോഗം എന്ന നിലക്കല്ല. ഇങ്ങനെ ഒരു നിയമം ഉള്ളതിനാൽ ആ നിയമം അനുസരിച്ച് ഇതൊക്കെ ചലിക്കുന്നു എന്ന രീതിയിലേ അല്ല മനസ്സിലാക്കുന്നതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഈ പ്രകൃതി നിയമങ്ങൾ എന്നതിനെ റസ്സൽ അതിൽ വളരെ കൃത്യമായി ഇങ്ങനെ അതിനെ പ്രശ്നവൽക്കരിക്കുന്നുണ്ട്, പുതിയ ഭാഷ പറഞ്ഞാൽ. പ്രകൃതി നിയമങ്ങൾ എന്നറിയപ്പെട്ടു പോകുന്നവ പലതും യഥാർത്ഥത്തിൽ മനുഷ്യ സമ്പ്രദായങ്ങൾ മാത്രമാണെന്നുള്ളതാണ്. ഇത് ഓൺലി റിയലി ഹ്യൂമൻ കൺവെൻഷൻസ്. ഇപ്പോൾ ഒരു 100 സെന്റിമീറ്റർ ഈസ് എ മീറ്റർ, അത് നമ്മുടെ ഒരു കൺവെൻഷനാണ്. അത് പ്രപഞ്ചത്തിൽ എവിടെ പോയാലും 100 സെന്റിമീറ്റർ ഈസ് എ മീറ്റർ. പക്ഷെ അത് പ്രപഞ്ച സത്യമാണെന്ന് ഒരു അർത്ഥമില്ല. കാരണം ഈ മീറ്ററും സെന്റിമീറ്ററും ഒക്കെ നമ്മുടെ കൺവെൻഷൻസ് ആണ്. അതുപോലെയാണ് ഇഞ്ചടി നിയമങ്ങൾ എന്നാണ് പറയാം. അതാണ് മുപ്പര് പറയാം. അതുപോലെ തന്നെ വേറൊരു ഈ പ്രപഞ്ച നിയമങ്ങൾ എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു അർത്ഥശൂന്യത എന്ന് പറയാവുന്നൊരു കാര്യം. അതായത് നമ്മൾ എവിടെയാണ് തുടങ്ങുന്നത്? ഇതിനൊക്കെ മാറ്റാൻ പറ്റാത്ത ചില നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളുണ്ടെങ്കിൽ നിയാമകനുണ്ട് എന്നുള്ളിടത്താണ് നമ്മൾ തുടങ്ങുന്നത്. ഈ നിയമങ്ങൾ എന്ന് തന്നെ നമുക്കൊന്നും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല, ഉള്ളി തൊലി വിളിച്ച പോലെയാവും. പരമാണുതലത്തിൽ പ്രകൃതി നിയമങ്ങൾ എന്നാൽ കേവലം ആകസ്മിക സാധ്യതകളുടെ ശരാശരികൾ മാത്രമാണ്. ഇത് റസലിന്റെ വാചകമാണ്. Where you can get down to any knowledge of what atoms actually do, you will find they are much less subject to law than people thought. Atoms ഒന്നും നിയമങ്ങളനുസരിച്ചല്ല നീങ്ങുന്നത്. That laws at which you arrive are statistical averages of just the sort that would emerge from chance. ആകസ്മികമായ സാധ്യതകളുടെ ശരാശരികൾ മാത്രമാണ് ഒരു സബ് ആറ്റോമിക് തലത്തിലൊക്കെയുള്ള നിയമങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അവിടെ നിയമങ്ങൾ അനുസരിച്ചല്ല നടക്കുന്നത്. നമ്മൾ പറയാവുന്ന ചില നിയമങ്ങൾ നമ്മൾ പറയുന്നതൊക്കെ വാസ്തവത്തിൽ ആകസ്മിക സാധ്യതകളുടെ ശരാശരികൾ മാത്രമാണ്. അപ്പം അങ്ങനെ ഒരു അയൺ ലോ ഓഫ് നേച്ചർ അത് നടപ്പിലാക്കുന്ന ഒരു നിയമം നൽകുന്ന ഒരു അധികാരി അതിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ഇതൊക്കെ നടക്കുന്നു എന്നുള്ളത് ഒരു പുരാതനമായ ധാരണ മാത്രമാണ്. പകിട നിയമങ്ങൾ എന്ന് വേറെന്ന് പറയും. അതായത് ഒരു പകിട ഇങ്ങനെ നമ്മളൊരു എന്താ പറയുക ഡൈസ് മേലോട്ട് പറഞ്ഞാൽ ഡബിൾ 6 ഓൺലി അബൌട്ട് 1 in 36 times. 2 6 വരുന്നത് ഒരു 36 തവണ ഇട്ടാൽ 2 തവണയേ വരൂ. ഇതൊരു ആൻഡ് വി ഡു നോട്ട് റിഗാർഡ് ദാറ്റ് ഇസ് എവിഡൻസ് ദാറ്റ് ദ ഫോൾ ഓഫ് ദ ഡൈസ് ഇസ് റെഗുലേറ്റഡ് ബൈ ഡിസൈൻ. അത് ഇങ്ങനൊരു നിയമമുണ്ട്. നമ്മളൊരു 36 തവണ ഇട്ടാൽ 2 തവണയാണ് ഇത് വരിക. അത് പല തവണ 360 തവണ ചെയ്താൽ ഏതാണ്ട് ശരിയായിരിക്കും. ഇതിന് നമുക്കൊരു പ്രകൃതി നിയമം എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ പ്രകൃതി നിയമങ്ങളുടെ കാര്യം. ഓൺ കോൺട്രറി, അതേസമയം ഇഫ് ഡബിൾ 6s came up every time we should think then that there is a design. എല്ലാ തവണയും നമ്മൾ ഇടുമ്പോൾ ഡബിൾ 6 തന്നെ വരുന്നത് നമുക്ക് അന്നേരമാണ് നമ്മൾ ഡിസൈൻ ഉണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു നിയമം ഉണ്ടെന്ന് പറയാം. ഇത് നിയമം ഇല്ലാത്ത അവസ്ഥയാണ് വരുന്നത്. അങ്ങനെ നിയമം ഇല്ല. ചാൻസസ് അനുസരിച്ച് ഇങ്ങനെ, അതുകൊണ്ടാണ് കുറേ തവണ ഇടുമ്പോൾ ബൈ ചാൻസ് 100 തവണ ഇടുമ്പോൾ ഒരു 50 തവണ 50-50 ചാൻസസ് ആണ് വരാൻ. ഈ പറഞ്ഞ പോലെ 2-6 വരാനുള്ള സാധ്യത 36 തവണ ഇടുമ്പോൾ 2 തവണ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അതൊരു പകിട നിയമം മാത്രമാണ്. വി കനോട്ട് സേ ദർ ഇസ് ആൻ അയൺ ലോ. ഇതെല്ലാം അനുസരിക്കുന്ന ഈ ജഗത്തിലെ എല്ലാ സംഗതികളും എന്താണ് പുൽക്കൊടി മുതൽ ബ്രഹ്മാവ് വരെ, അതാണ് അദ്ദേഹത്തിന്റെ പ്രയോഗം. പുൽക്കൊടി മുതൽ ബ്രഹ്മാവ് വരെ അനുസരിക്കുന്ന ഒരു പ്രകൃതി നിയമം, അതിനെ ഒരു നിയാമകൻ എന്ന സങ്കല്പമൊക്കെ ജ്ഞാനോദയാനന്തരം ആധുനിക ശാസ്ത്രാനന്തരം കാലഘട്ടപ്പെട്ടു എന്നതാണ്. They are statistical averages, such as would emerge from laws of chance, and that makes this whole business of natural law much less impressive than it formerly was. ഇതൊരു വലിയ ആർഗ്യുമെന്റ് ആയിട്ട് ആ ന്യൂട്ടന്റെ കാലത്ത്, ഇപ്പൊ അത് ന്യൂട്ടന്റെ കാലം എന്ന് പറഞ്ഞാൽ ന്യൂട്ടൻ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നെല്ലിയസ് എൻ വെർബ എന്ന് പറഞ്ഞിട്ടുള്ള ഈ റോയൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന ന്യൂട്ടൻ, അദ്ദേഹം പോലും വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നിയമങ്ങൾ എടുത്തുകൊണ്ടാണ് ഇത് പറഞ്ഞിരുന്നത്. ഈ സിദ്ധാന്തം പറഞ്ഞു നാച്ചുറൽ ലോ ആർഗ്യുമെന്റ്. നോക്കൂ, ന്യൂട്ടൺ കണ്ടെത്തിയ സാധനം നോക്കൂ, നാച്ചുറൽ ലോ, ഇതനുസരിച്ചാണ് എല്ലാം നീങ്ങുന്നത്. ഗ്രഹചലനങ്ങളടക്കം എല്ലാ കാര്യങ്ങളും ന്യൂട്ടന്റെ നിയമങ്ങളാണ്. ഗ്രഹചലനങ്ങളോടൊപ്പം ഗോലി ചലനങ്ങൾ വരെ എല്ലാം ഒരു ഗോലി കറങ്ങുന്നത് മുതൽ ഗ്രഹങ്ങൾ ചലിക്കുന്നവരെല്ലാം ന്യൂട്ടന്റെ ഇതുകൊണ്ട് നിയമബന്ധിതമാണ്. ഈ നിയമങ്ങളൊക്കെ നടപ്പാക്കുന്ന ആരുടെ സൃഷ്ടിയാണ്? അത് ഈശാവാസ്യമിതം, ഈശ്വരന്റെ സൃഷ്ടിയാണെന്നുള്ളതാണ്. അപ്പോൾ ആകസ്മിക സാധ്യതകളുടെ ശരാശരികൾ മാത്രമാണ് ഉള്ളതെന്നാണ് നമ്മൾ പരമാണു തലത്തിലേക്ക് പോകുമ്പോൾ. ഇവിടെ ഇദ്ദേഹം പറഞ്ഞേക്കാം, നമുക്ക് വേറെ അടുത്ത് വരുന്നൊരു ദിക്കിൽ ഇദ്ദേഹം പറഞ്ഞത് ആകസ്മികം എന്നൊരു ശബ്ദം നമുക്ക് സ്വീകാര്യമല്ല എന്നാണ് പിന്നെ വേദാന്തി പറയാം. ആ വീഡിയോയിലേക്ക് നമ്മൾ വരും. അതുപോലെ തന്നെ നിയമങ്ങളുണ്ടെങ്കിൽ, ഇത് നമ്മൾ കേട്ടല്ലോ, നിയമങ്ങളുണ്ടെങ്കിൽ നിയാമകനുണ്ടായിരിക്കണം എന്നാണ്. ഇത്
ഈ ആശയം വരുന്നത് പ്രകൃതി നിയമങ്ങൾ, അതും വിത്ത് ഇൻവെർട്ടഡ് കൊമാസ് ആണ്, പ്രകൃതി നിയമങ്ങളെയും മനുഷ്യ നിയമങ്ങളെയും തമ്മിൽ തെറ്റായി കൂട്ടിക്കുഴച്ച് കാണുന്നതിനാലാണ്. ദ ഹോൾ ഐഡിയ ദാറ്റ് നാച്ചുറൽ ലോസ് ഇംപ്ലൈ എ ലോ ഗിവർ ഈസ് ഡ്യൂ ടു എ കൺഫ്യൂഷൻ ബിറ്റ്വീൻ നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ ലോസ്. ഇപ്പോൾ കീപ് ലെഫ്റ്റ് നമ്മളിവിടെ എഴുതി വെക്കുന്നു, അതൊരു മനുഷ്യ നിയമമാണ്, ഇടതുവശത്തൂടെ പോവുക എന്നുള്ളത്. ഇതിനൊരു നിയാമകനൊക്കെ ഉണ്ടാവും. ഇത് പ്രകൃതിയിൽ നമ്മൾ നിരീക്ഷിക്കുന്ന ഈ സോക്കോൾഡ് പ്രകൃതി നിയമങ്ങൾക്ക് ഇതുപോലെ ഒരു നിയാമകൻ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മളിതിനെ കൺഫ്യൂസ് ചെയ്യാണ്. കാരണം നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുകയും അതനുസരിപ്പിക്കുകയും ചെയ്യുന്നവരായതുകൊണ്ട് നമ്മൾ ധരിക്കുകയാണ് പ്രകൃതിയിൽ അങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ദ ഹോൾ ഐഡിയ ദാറ്റ് നാച്ചുറൽ ലോസ് ഇംപ്ലൈ എ ലോ ഗിവർ ഈസ് ഡ്യൂ ടു എ കൺഫ്യൂഷൻ ബിറ്റ്വീൻ നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ ലോസ് എന്നുള്ളതാണ്. അത് നിയമങ്ങൾ ഉണ്ടെങ്കിൽ നിയാമകൻ ഉണ്ടാവണം എന്ന ആശയം വരുന്നത് പ്രകൃതി നിയമങ്ങളെയും മനുഷ്യ നിയമങ്ങളെയും തമ്മിൽ തെറ്റായി കൂട്ടിക്കുഴിച്ച് കാണുന്നതിനാലാണ്. ഈ മനുഷ്യന്റെ നിയമങ്ങൾ എന്നുള്ളത് എന്താണ്? ഒരു ചില രീതിയിൽ പെരുമാറാൻ, ഇപ്പം കീപ് ലെഫ്റ്റ് എന്താണ്, അതൊരു പെരുമാറാനുള്ള ആജ്ഞയാണ്. ഇന്ന രീതിയിൽ പെരുമാറണം എന്നുള്ളത് കമാൻഡ്, ആജ്ഞകളാണ്. അത് നമ്മൾ അനുസരിക്കാം, അനുസരിക്കാതിരിക്കാം, അറ്റ് യുവർ ഓൺ റിസ്ക്. നിങ്ങൾ ഇടത്ത് ഭാഗത്ത് പോകുന്നവരും വലത്ത് ഭാഗത്ത് ഉപയോഗിച്ചാൽ വണ്ടി ഇടിച്ചു വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫൈൻ കിട്ടിയെന്ന് വരും. പാർക്ക് ചെയ്യുക, നോ പാർക്കിംഗ് എടുത്ത് പാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ശിക്ഷ കിട്ടുമായിരിക്കും. അപ്പോൾ അത് അനുസരിക്കാം, അനുസരിക്കാതിരിക്കാം, അത് നമ്മുടെ റിസ്ക്കാണ്, നമ്മുടെ ഇഷ്ടമാണ്. അത് പ്രകൃതി നിയമം എന്താണ്? വസ്തുക്കൾ യഥാർത്ഥത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിന്റെ ഡിസ്ക്രിപ്ഷൻസ് ആണ്, വിവരണങ്ങളാണ്. ഒന്ന് ആജ്ഞയാണ്, ഒന്ന് വിവരണമാണ്. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള ഒരു എന്താ പറയുക ആശയക്കുഴപ്പം, കൺഫ്യൂഷനാണ് യഥാർത്ഥത്തിൽ നിയമമുണ്ടെങ്കിൽ നിയാമകൻ ഉണ്ടാവണം എന്ന് പറയുന്ന ഈ ഔപനിഷദികമായ ആശയത്തിന്റെ പിന്നിലുള്ളത്. വസ്തുക്കൾ എന്ത് ചെയ്യുന്നു എന്നതിന്റെ കേവല വിവരണങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇറ്റ്സ് ഓൺലി ഡിസ്ക്രിപ്ഷൻ, ഇറ്റ്സ് ബീങ് എ മിയർ ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ദേ ഇൻ ഫാക്ട് ഡു. യഥാർത്ഥത്തിൽ വസ്തുക്കൾ എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമാകയാൽ പിന്നെ അവയോട് അങ്ങനെ ചെയ്യാൻ ആജ്ഞാപിച്ചു എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല ബേസിക്കലി. കാരണം ഇത് രണ്ട് സംഗതികളാണ്. നാച്ചുറൽ ലോസ് ആർ നോട്ട് കമാൻഡ്സ്, ദേ ആർ ഡിസ്ക്രിപ്ഷൻസ്, വിവരണങ്ങളാണ്. നമ്മൾ സോ കോൾഡ് നാച്ചുറൽ ലോസ് അതിനെ തന്നെ നമ്മൾ ഡിസെക്ട് ചെയ്തു ആദ്യം. അപ്പോൾ ആ ചോദ്യം പ്രശ്നം ഇതൊക്കെ റസ്സൽ തന്നെ നേരത്തെ ബേസിക് അത്തീസം വണ്ണകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ഉപനിഷത്തിന്റെ വലിയ സംഗതികൾ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ് വാസ്തവത്തിൽ? ഇതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പൊ ഈ ചാന്തപുരിയെ പോലെയുള്ള നമ്മുടെ ഉപനിഷത്ത് പണ്ഡിതർ ഇതുപോലുള്ള വേദാന്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതിനെ റസ്സലൊക്കെ അവിടെ ക്രിസ്ത്യാനിറ്റിയോട് എന്താണോ ചെയ്തത് അതുപോലെ കൃത്യമായിട്ട് എൻലൈറ്റൻമെന്റ് സ്റ്റൈൽ റീസൺ വെച്ചുകൊണ്ട് ഇത് തെറ്റാണ് എന്ന് പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികളെ ഏറ്റെടുക്കേണ്ട കാര്യം, ഇന്ത്യയിലെ ഇടതുപക്ഷ ബുദ്ധിജീവികളെ ഏറ്റെടുക്കേണ്ട കാര്യം. രണ്ടാമത്തെ ഒരു സാധനം ഇതാണ്, ദൈവാസ്തിത്വവാദത്തിന്റെ രണ്ടാമത്തെ വാദം. ഒന്ന് നമ്മൾ കണ്ടു, നിയാമകൻ എന്നുള്ള ബന്ധം. നിയമമുണ്ടെങ്കിൽ നിയാമകനുണ്ട്, അതുകൊണ്ട് ഈശ്വരനുണ്ട്, ഈശാവാസ്യമിതം സർവ്വം എന്നുള്ളത്. എന്തായാലും കൊള്ളാം, നിയാമകനുണ്ട്, അതിൽ സംശയമില്ല. ഇതേ ഞാൻ ഈ ലോകത്തെ നിരീക്ഷിക്കുന്ന സമയത്ത് മറ്റൊന്നുകൂടി കാണുന്നു. എന്തൊരു കാര്യമുണ്ടോ അതിനൊക്കെയും കാരണമുണ്ട്. കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ല. കാരണമില്ലാതെ കാര്യം ഇല്ല. ശ്രദ്ധിക്കുക, ആകസ്മികം എന്നൊരു ശബ്ദം നമുക്ക് സ്വീകാര്യമല്ല. ആരെങ്കിലും ആകസ്മികം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് കാരണം എന്ന് അവർക്ക് അറിയില്ല എന്നാണ്. എന്നിട്ട് ആകസ്മികം എന്നൊരു വാക്കില്ല. ഒരു കാര്യമുണ്ടെങ്കിൽ കാരണമുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു കാരണമില്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ. കാരണം എല്ലാത്തിനും ഉണ്ടാവും. കാരണമില്ലാണ്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ നിയമം, നിയാമകൻ, കാര്യം, കാരണം, ഈ രണ്ട് ബന്ധങ്ങളെ യുക്തിയുള്ള ബുദ്ധിയുള്ള ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. നിയാമക ബന്ധം, കാര്യകാരണ ബന്ധം, ഇവയൊരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇവയെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറയാം. അതിന് സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. നിയാമകൻ ബാഹ്യനാണെന്നോ ഭിന്നനാണെന്നോ ഒക്കെ പറയാം, അഭിന്നനാണെന്നും ഒക്കെ പറയാം. അതൊക്കെ വേറെ വിഷയം. അതൊക്കെ ദാർശനിക മേഖലയിലെ ചർച്ചകളാണ്, അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അതൊക്കെ ഇരുന്നോട്ടെ. പക്ഷേ നിയാമക ബന്ധം, കാര്യകാരണ ബന്ധം, ഇവയെ നിഷേധിക്കാൻ
വിശേഷ ബുദ്ധിയുള്ള ആർക്കും സാധിക്കില്ല. എങ്കിൽ ഞാനീ കാണുന്ന ജഗത്ത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത് നിയമ നിയാമക ബന്ധവും കാര്യകാരണ ബന്ധവുമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കാര്യകാരണ ബന്ധം എന്നത് യഥാർത്ഥത്തിലൊരു മധ്യലോക നിരീക്ഷണമാണെന്ന് പറയാം. അതായത് മിഡിൽ വേൾഡ് മാത്രമുള്ള സംഗതിയാണ്. അവിടെയാണ് ഈ കാര്യകാരണ ബന്ധം നമുക്ക് വരുന്നത്. നമ്മൾ വാസ്തവത്തിൽ ഈ മിഡിൽ വേൾഡ് മങ്കീസ് എന്ന് പറയാം വാസ്തവത്തിൽ. കാരണം ഒരു അതിസ്ഥൂലതയുടെയും അതിസൂക്ഷ്മതയുടെയും മണ്ഡലങ്ങൾ ഈ പ്രകൃതിയിൽ നമുക്കറിയില്ല. നമ്മൾ ജീവിക്കുന്നത് ഒരു മിഡിൽ വേൾഡിലാണ്. ഏതാണ്ട് ഒരു ഒരു മില്ലിമീറ്ററുകൾ തൊട്ടിട്ട് കിലോമീറ്ററുകൾ വരെയുള്ള അത്രയും വലിപ്പം അതിൻ്റെ ഇടയിൽ ജീവിക്കുന്ന, അതിൻ്റെ പിന്നോട്ടും അതിൻ്റെ അപ്പുറത്തോട്ടും ഒരുപാട് ഇതിൻ്റെ വലുപ്പം ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് പിന്നെയും കിടക്കുന്നുണ്ട്, റേഞ്ച് കിടക്കുന്നുണ്ട്. മിഡിൽ വേൾഡ് എന്നുള്ളത് ഡോക്കിൻസിന്റെ ഒരു കൺസെപ്റ്റാണ്. മിഡിൽ വേൾഡ് ഇസ് എ നാരോ റേഞ്ച് ഓഫ് റിയാലിറ്റി. അതാണ് ഈ വസ്തുതകളുടെ റിയാലിറ്റിയുടെ വാസ്തവത്തിന്റെ ഒരു ചെറിയ റേഞ്ച് മാത്രമാണത്. വിച്ച് വി ജഡ്ജ് ടു ബി നോർമൽ. ഇതാണ് നോർമൽ നമ്മൾ വിചാരിക്കുന്നു. നമ്മൾ നോർമൽ എന്ന് കരുതുന്ന ഈ അസ്തിത്വത്തിന്റെ വസ്തുതയുടെ ഒരു റേഞ്ച് ഉണ്ട്. ആസ് ഒപ്പോസ് ദ ക്വീർനെസ് ഓഫ് ദ വെരി സ്മോൾ, ദ വെരി ലാർജ് ആൻഡ് ദ വെരി ഫാസ്റ്റ്. അതിവേഗതയുടെയും അതിസ്ഥൂലതയുടെയും അതിസൂക്ഷ്മതയുടെയും ആ മണ്ഡലം വളരെ വിചിത്രമായ മണ്ഡലമാണ്. അവിടെ നമ്മുടെ ഈ കാര്യകാരണ ബന്ധമൊന്നും ഈ രീതിയിൽ വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് കാരണങ്ങളാണ് ദേവസ്വത്തിന്റെ രണ്ടാമത്തെ പറഞ്ഞത്. ഒന്ന് നിയമ നിയാമക ബന്ധം, അത് നമ്മൾ ആദ്യം പരിശോധിച്ചു. പിന്നെയുള്ളത് കാര്യകാരണ ബന്ധം. ഇതുപോലും ഒരു മിഡിൽ വേൾഡ് ഫിനോമിനനാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതിസൂക്ഷ്മതയുടെയും സ്ഥൂലതയുടെയും അതിവേഗതയുടെയും മണ്ഡലങ്ങളിൽ നമുക്ക് പരിചിതമായ കാര്യകാരണ ബന്ധം നിലനിൽക്കില്ല. ഈ ഒരു ചെറിയ റേഞ്ചാണ് ഈ അതിസൂക്ഷ്മതയുടെയും അതുപോലെ തന്നെ അതിസ്ഥൂലതയുടെയും അതിവേഗതയുടെയും മണ്ഡലങ്ങളിൽ ഈ ഒരു ചെറിയ റേഞ്ചാണ് നമുക്ക് പരിചയമുള്ള റേഞ്ച്. മനുഷ്യൻ എന്ന പോസ്റ്റ് ഡാർവിയനിയൻ വീക്ഷണം അനുസരിച്ച് നമുക്കറിയാം നമ്മൾ ഇവിടെ വളരെ സമീപകാലത്തുണ്ടായിട്ടുള്ള ഒരു സസ്തനീ വർഗമാണ് ഉള്ളത്. നമ്മളെ റേഞ്ചിനകത്ത് മാത്രമാണ് നമുക്ക് ഈ കാര്യകാരണ ബന്ധമൊക്കെ പരിചയമുള്ളൂ. ഒരു ആനിമേഷൻ നിങ്ങൾക്ക് കാണാം അവിടെ. ഒരു ഫാസ്റ്റ് ആയിട്ടൊരു ആനിമേഷനാണ്. ഏറ്റവും സൂക്ഷ്മത്തിൽ തുടങ്ങി സ്ഥൂലാകാരത്തിലേക്ക് പോകുന്നതാണ്. സ്കെയിൽ ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്. അതിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് നമുക്കത് മൊത്തം കാണാം. ഇതതിൻ്റെ ഒരു വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയൊരു ഇമേജാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത് കാണാം. ആനിമേഷൻ വർക്ക് ചെയ്തില്ലെങ്കിലോ എന്ന് വെച്ചാൽ ഞാൻ സ്ലൈഡ്സ് മൊത്തം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ്. അപ്പൊ കാര്യകാരണ ബന്ധമൊക്കെ ഏതാണ്ട് ഈ ഒരു മണ്ഡലം കൊണ്ട് തീർന്നു. പിന്നെ പ്രകാശവേഗങ്ങളുടെ മണ്ഡലമാണ്. അപ്പോൾ അതിവേഗതയുടെയും അതിസൂക്ഷ്മതയുടെയും അല്ലാത്ത നമ്മുടെ ഈ ലോകത്ത്, മധ്യലോകത്തിൽ കാര്യകാരണ ബന്ധം സ്ഥിരമായി കാണുന്നതിന് സംശയമില്ല. അവിടെ കാര്യകാരണ ബന്ധം വളരെ സ്ഥിരമായിട്ടുള്ള ഒരു ബന്ധമാണ്. പക്ഷെ പരമാണു തലത്തിലും അതിലും സൂക്ഷ്മമായ സബാറ്റോമിക് തലത്തിലൊക്കെ കൃത്യമായ കാര്യകാരണ അടിസ്ഥാനത്തിലല്ല, സാധ്യതാ രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ദേ ആർ സ്റ്റാറ്റിസ്റ്റിക്കൽ ആവറേജസ്. നേരത്തെ പറഞ്ഞ തന്നെ ആകസ്മിക സാധ്യതകളുടെ ശരാശരികൾ മാത്രമാണ് അവിടെ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് റേഡിയോ ആക്റ്റീവ് ഡീകെ, യുറാനിയം 238 എന്നുള്ളത് ഇങ്ങനെ തോറിയമായും പ്രക്ടാനിയം, യുറാനിയം, തോറിയം 230, റേഡിയം, റേഡോൺ, പൊളോണിയം ഇങ്ങനെ ഡീകെ ചെയ്ത് വരും. ഓരോ അണുവികിരണങ്ങളിലൂടെ ഡീകെ ചെയ്ത് അവസാനം ലെഡ് 206 എത്തും. ഇത് സംഭവിക്കുന്നത് ഒരു 446 കോടി കൊല്ലം കൊണ്ടാണ്. ഒരു ഉദാഹരണം പറയുന്നത് ഞാൻ, ആറ്റോമിക് സബാറ്റോമിക് തലങ്ങളിൽ എങ്ങനെയാണ് യാദൃച്ഛികതകളുടെ ശരാശരികൾ, ആകസ്മികതകളുടെ ശരാശരികൾ മാത്രമാണ് നമുക്ക് സാധ്യമാവുന്നത്. കൃത്യമായ കാര്യകാരണ ബന്ധം എന്ന് സാധ്യമല്ല എന്ന് പറയുന്നത് ഒരു ഉദാഹരണമാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ 446 കോടി വർഷം കൊണ്ടാണ് ഇത് പല പല ഘട്ടങ്ങളിലൂടെ അവസാനം ലെഡായി മാറുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എടുത്തിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ഉദാഹരണത്തിന് ഈ ഒരു റേഡിയം 3 ദിവസം അല്ലെങ്കിൽ ഇവിടെ ഒക്കെ എടുക്കുകയാണെങ്കിൽ 1590 കൊല്ലം കൊണ്ടാണ് തോറിയം എന്നുള്ളത് റേഡിയം 226 ആക്കി മാറുന്നത്. ഇതതിൻ്റെ ഹാഫ് ലൈഫാണ് പറയണത്. അപ്പോൾ ഇതിൽ നമുക്കൊരു ശരാശരി മാത്രമേ സാധിക്കൂ. ഇത്ര ഭാരം നമുക്ക് തോറിയം ഉണ്ടെങ്കിൽ
അത് ഇത്ര കാലം കൊണ്ട് അതിൻ്റെ പകുതി ഭാഗം റേഡിയമായി മാറും എന്നല്ലാതെ ഇന്ന് ആറ്റം എന്തുകൊണ്ട് ഈ സമയത്ത് വികിരണം ചെയ്തു എന്ന് ചോദിച്ചാൽ അറിയില്ല. അതിനൊരു കാര്യകാരണ ബന്ധമില്ല. ഒരു പ്രത്യേക ആറ്റം എപ്പോഴാണ് റേഡിയോ ആക്റ്റീവ് ഡീക്കേ നടത്തുന്നത് എന്ന് പറയാൻ നമുക്കൊരു വഴിയില്ല. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആവറേജ് മാത്രമേ സാധിക്കൂ. ഇത്ര സമയമെടുത്താൽ അതിൽ ഇത്ര ശതമാനം റേഡിയോ ആക്റ്റീവ് ഡീക്കേ സംഭവിച്ചിരിക്കാം എന്നുള്ള ഒരു ആവറേജ് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്രെഡിക്റ്റ് വെൻ എ പർട്ടിക്കുലർ ആറ്റം വിൽ ഡീക്കേ റിഗാർഡ്ലെസ് ഓഫ് ഹൗ ലോങ് ദ ആറ്റം ഹാസ് എക്സിസ്റ്റഡ്. അപ്പോൾ ഈ പരമാണു തലത്തിൽ പ്രകൃതി നിയമങ്ങൾ എന്നാൽ കേവലം ആകസ്മിക സാധ്യതകളുടെ ശരാശരികൾ. ഇവർ പറയുന്നതൊക്കെ ഇവിടെയൊക്കെയാണ്. നമ്മളിന്ന് നിൽക്കുന്നത് ഇവിടെയാ. ഇതിന്റെ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഉള്ളത് സബാറ്റോമിക് പാർട്ടിക്കിൾ മാത്രമാണ് പ്രപഞ്ചത്തിന്റെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഉണ്ടാകുന്നത്. ഇതിന്റെ കുറിച്ചൊന്നും ഇവരുടെ ഈ കാര്യകാരണ ബന്ധം വെച്ച്, അപ്പോൾ ഈ കാരണത്തിന് ഇങ്ങനെ പ്രപഞ്ചമുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാവണമല്ലോ, അതാണ് ഈശ്വരൻ എന്നാണ് പറഞ്ഞു തന്നത്. ഈ മണ്ഡലം നമ്മൾ ഈ അറിയുന്ന കാര്യകാരണ ബന്ധത്തിന്റെ മണ്ഡലമല്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും പ്രസക്തമല്ല അവിടെ എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ വേറൊരു ആർഗ്യുമെന്റ് ആണ് അൺമൂവ്ഡ് മൂവർ അൺകോസ്ഡ് കോസ്. ഇതൊക്കെ നമ്മൾ സാധാരണ 101 നമ്മുടെ അത്തിയസിന്റെ ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ്. വലിയ ഉപനിഷത്ത് തത്വശാസ്ത്രങ്ങളായിട്ട് കേരളത്തിൽ ഇങ്ങനെ ആരും ഒരു മറുപടിയും പറയാതെ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അൺമൂവ്ഡ് മൂവർ അൺകോസ്ഡ് കോസ്, അതാണ് മൂന്നാമത്തെ ആർഗ്യുമെന്റ്. ജഗത്ത് എന്ന് പറഞ്ഞാൽ ഗച്ഛതി ഇത് ജഗത്, ചലിക്കുന്നതെന്തോ അതാണ് ജഗത്ത്. ചലിക്കുന്നത്, ചലന സ്വഭാവത്തോടു കൂടിയത് ജഗത്ത്. അപ്പോ ഈ കാണുന്നതൊക്കെ ജഗത്താണോ? ഇത് ചലിക്കുന്നുണ്ടോ? പിന്നെ ചലിക്കാതെ എന്താ ഉള്ളത് ജഗത്തില്? ചലിക്കാതെ ഒന്നുമില്ല, എല്ലാം ചലിക്കുകയാണ്. ഞാൻ ചലിക്കുന്നു, നീ ചലിക്കുന്നു, ഭൂമി ചലിക്കുന്നു, സൂര്യൻ ചലിക്കുന്നു, സർവവും ചലിക്കുന്നു. ചലിക്കാത്തൊന്നുമില്ല. ചലിക്കാത്തൊരു കണികയില്ല, കണികയ്ക്കുള്ളിലെ കണികയുമില്ല. ചലിക്കാത്തൊന്നുമില്ല, എല്ലാം ചലിക്കുന്നു. നിരന്തര ചലനങ്ങളെ കൊണ്ട് അപേക്ഷികമായി ഉണ്ടാവുന്ന അചലഭാവത്തെയാണ് നമ്മൾ ഈ കാണുന്നത്. അതെ, ഇനി പറയട്ടെ, ജഗത്ത് എന്നുള്ളതിന് വേറൊരു അർത്ഥതലം. നമ്മളാൽ കാണപ്പെടുന്ന സകലവും ഉണ്ടാവുന്നത്, നിലനിൽക്കുന്നത്, വളരുന്നത്, മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത്, തളരുന്നത്, നശിക്കുന്നത്, ഈ 6 ഭാവങ്ങളിലൂടെ ചലിക്കുന്നതാ. അല്ലാതെ എന്തിനെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാം ഉണ്ടാവുക, നിലനിൽക്കുക, വളരുക, മാറ്റങ്ങൾ വരിക, തളരുക, നശിക്കുക, ഈ 6 ഭാവങ്ങളിലൂടെ ചലിക്കുന്നതാ. ഇവയാണ് യാസ്ക മഹർഷി ഷഡ്ഭാവങ്ങളെന്ന് നിരൂപണം ചെയ്തത്. ഷഡ്ഭാവങ്ങൾ, 6 ഭാവങ്ങൾ ഇവയാണ്. ഈ 6 ഭാവങ്ങളിലൂടെ ചലിക്കുന്നതാണ് ഈ ജഗത്ത് മുഴുവൻ. അതാണ് ജഗത്തിന്റെ ചലനാത്മകത. അങ്ങനെ നമ്മൾ എന്തിനെ കാണുന്നുണ്ടോ ഇതിനൊക്കെ ഒരു കാരണം, അഥവാ ഒന്നിലധികം കാരണം, എന്തായാലും ഉള്ള കാരണം ഉണ്ടായിരിക്കണം. ഒന്നിലധികം എന്ന് പറഞ്ഞാൽ വീണ്ടും അതിന്റെ കാരണത്തെ നമ്മൾ അന്വേഷിക്കണം. ഏതുവരെ നമ്മുടെ അന്വേഷണം പോവും? മറ്റൊരു കാരണമില്ലാത്ത കേവലമായ സത്തയിൽ എത്തുന്നത് വരെ നമ്മുടെ അന്വേഷണം പോവും, അഥവാ പോകണം. അന്വേഷണത്തിന്റെ തലം ഏതേത് തലങ്ങളിലൂടെ ആരംഭിക്കാം, വികസിക്കാം. പക്ഷേ കാരണത്വത്തെ തേടിയ അന്വേഷണം നിഷ്കാരണമായതിലെത്തുന്നത് വരെ മുന്നോട്ട് പോവാതെ തരമില്ല. ആർഗ്യുമെന്റ് വളരെ ക്ലിയർ ആണല്ലോ. ജഗത്തിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ അടിസ്ഥാനമായിട്ട് ചലിക്കാത്തൊന്ന് വേണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോന്നിനൊരു കാരണമുണ്ട്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ഇതാണ് കാരണം, അതിന്റെ പിന്നിൽ ഇതാണ് കാരണം, അതിന്റെ പിന്നിൽ ഇതാണ് കാരണം, അങ്ങനെ അവസാനം പോയി കഴിഞ്ഞാൽ കാരണമില്ലാത്തൊരു സാധനം, കാരണങ്ങൾക്കെല്ലാം കാരണമായുള്ള കാരണഭൂതൻ, അങ്ങനെ ഒരു സാധനം വേണമെന്നാണ് വെച്ചിരിക്കുന്നത്. അൺകോസ്ഡ് കോസ്, അതാണ് അൺമൂവ്ഡ് മൂവർ അല്ലെങ്കിൽ അൺകോസ്ഡ് കോസ് എന്ന് പറഞ്ഞിട്ട് സാധാരണ പറയുന്ന ഒരു സംഭവമാണ്. ഇത് തന്നെയാണ് ഉപനിഷത്തുകാരും പറയുന്നത്, വേദാന്തികളും പറയുന്ന കാര്യം.
വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരു 101 എത്തീസ്റ്റ് തന്നെ പറഞ്ഞൊരു കാര്യമാണിത്. എവറിഥിങ് ദാറ്റ് എക്സിസ്റ്റ് ഈസ് ഇൻ മോഷൻ, എവറിഥിങ് ഇൻ മോഷൻ ഈസ് കോസ് ടു ബി ഇൻ മോഷൻ ബൈ സംതിങ് എൽസ്. എല്ലാം ചലനത്തിലാണ്, എല്ലാം ചലിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു കോസാണ് ചലിപ്പിക്കുന്നത്. സംതിങ് മസ്റ്റ് ഹാവ് എക്സിസ്റ്റഡ് വിത്തൗട്ട് എ കോസ്. കാരണമില്ലാതെ ഒന്നവിടെ ഉണ്ടായിരിക്കണം. വി കോൾ ദ ഫസ്റ്റ് കോസ് ഫോർ അൺമൂവ്ഡ് മൂവർ ഓർ ഗോഡ്, ദെർഫോർ ഗോഡ് എക്സിസ്റ്റ്. ഇതാണ് ആർഗ്യുമെന്റ്. ഇതിൽ എപ്പോഴും സംതിങ് മസ്റ്റ് ഹാവ് എക്സിസ്റ്റഡ് വിത്തൗട്ട് എ കോസ്, അവിടെയാണ് അതിന്റെ ഒരു ക്രക്സ് കിടക്കുന്നത്. അതൊരു സ്പെഷ്യൽ പ്ലീഡിംഗ് ഫാലസിയാണ്. കാരണം എന്തിനാണ് അങ്ങനെ ഒരു കാരണം? അങ്ങനെ കാരണ ശൃംഖല അനന്തമായിട്ട് പിന്നോട്ട് പോയിക്കൂടെ? എന്താ പ്രശ്നം? അങ്ങനെ വല്ല എന്താ അങ്ങനെ അതിന്റെ പിന്നിലൊന്നും ഉണ്ടായേ പറ്റൂ എന്നൊരു നിർബന്ധം എന്തുകൊണ്ടാണ്? ഒന്നിന്റെ പിന്നിലൊരു കാരണം ഉണ്ടാവണമെന്ന് ആദ്യം പറഞ്ഞു. എവറിഥിങ് ഇൻ മോഷൻ ഈസ് കോസ് ടു ബി എമോഷൻ ബൈ സംതിങ് എൽസ്. ശരി, ഒന്ന് ചലിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ചലിപ്പിക്കുന്ന ഒന്ന് വേണം എന്ന് വിചാരിക്കാം. അപ്പൊ അത് ചലിക്കുന്നു, അതിനെ ചലിപ്പിക്കുന്ന പിന്നിലൊന്ന് വേണം. അപ്പൊ അങ്ങനെ ചലിക്കുന്ന എല്ലാത്തിനും ഒരു ചലനം ഒന്ന് വേണമെന്നെങ്കിൽ അതങ്ങനെ തുറന്നങ്ങ് പോവാലോ. ഒരു ചലിക്കാതൊന്ന് പോയി അവസാനിക്കണമെന്ന് എന്താ അതിനൊരു, അത് സ്പെഷ്യൽ പ്ലീഡിംഗ് ഫാലസി അല്ലേന്നാ. ദർ ക്യാൻ ബി ഇൻഫിനിറ്റ് കോസൽ റിഗ്രസ് ഓർ ചെയിൻ ഓഫ് കോസസ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഡോക്കിൻസ് പറഞ്ഞ പോലെയാണ്. ടു റിട്ടേൺ ടു ദി ഇൻഫിനിറ്റ് റിഗ്രസ് ആൻഡ് ദ ഫ്യൂട്ടിലിറ്റി ഓഫ് ഇൻവോക്കിംഗ് ഗോഡ് ടു ടെർമിനേറ്റ് ഇറ്റ്, ഇറ്റ് ഈസ് മോർ പാർസിമോണിയസ് ടു കൺജർ അപ്പ് സേ എ ബിഗ് ബാങ് സിംഗുലാരിറ്റി ഓർ സം അതർ ഫിസിക്കൽ കൺസെപ്റ്റ് ആസ് എറ്റ് അൺനോൺ. അതിന് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ് ഇസ് ബസ്റ്റ് അൺഹെൽപ്ഫുൾ ആൻഡ് അറ്റ് ഫസ്റ്റ് പെർനീഷ്യസ്ലി മിസ്ലീഡിങ്. അവിടെ ഈ ദൈവം എന്നതിനെ കൊണ്ടുവെക്കേണ്ട ഒരു കാര്യമില്ല. അതെന്തും പറയാം, അത് ബിഗ് ബാങ് ആയിരുന്നു എന്ന് പറയാം, എന്തും പറയാം. അതിന് ഈ പറഞ്ഞ സച്ചിദാനന്ദ സ്വരൂപം ആദി കാരണം സച്ചിദാനന്ദ സ്വരൂപം ആവണമെന്നേ ഇല്ല. ഇറ്റ് ഡസൻ സപ്പോർട്ട് തീസം. ഇങ്ങനെ ആദി കാരണം ഉണ്ട് തന്നെ വിചാരിക്കാം. ഈ ആദി കാരണം ഉണ്ട് എന്നുള്ളതുകൊണ്ട് അതിന് ഇവർ ഈ പറയുന്ന ദൈവഗുണങ്ങളൊക്കെ ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അത് ഒരു തരത്തിലും ഇറ്റ് ഡസൻ ഗോ ടുഗദർ. ഇതാണ് ആദികാരണത്തിന്റെ സ്വഭാവം. സർവപ്രപഞ്ച വ്യവസ്ഥകളും ഈ ഒരു നിയമനത്തിന് കീഴിൽ ഇതാ നടക്കുകയാണ്. സർവനിയാമകത്വം, സർവകാരണത്വം ഈ ഏകവും അദ്വിതീയവുമായ ബ്രഹ്മത്തിൽ തന്നെയാകുന്നു. ആ ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ പറഞ്ഞു തന്നു. സത്യം, ജ്ഞാനം, ആനന്ദം. സത്ത്, ചിത്ത്, ആനന്ദം. ഞാൻ നേരത്തെ നിരൂപണം ചെയ്തു. സത്ത്, ചിത്ത്, ആനന്ദം. ആരെ കൊണ്ട് നിരൂപണം ചെയ്തു? എന്നെ കൊണ്ട് നിരൂപണം ചെയ്തു. ഇപ്പൊ ശാസ്ത്രം, ബ്രഹ്മവിഷയത്തിൽ പരമപ്രമാണമായ വേദാന്ത ശാസ്ത്രം എന്നോട് പറഞ്ഞു തന്നു ബ്രഹ്മം സത്ത് ചിത്ത് ആനന്ദം. ഇപ്പൊ ഞാൻ വീണ്ടും മന്ത്രത്തിലേക്ക് തിരിച്ചു വരുന്നു. ഈശാവാസ്യമിദം സർവം. സ്വരൂപഭൂതമായ സച്ചിദാനന്ദം കൊണ്ട് ഈ കാണാകുന്ന സകലത്തെയും ആവരണം ചെയ്യണം. എന്തുകൊണ്ട്? തദ്ഭിന്നമായിട്ടൊന്നില്ല. വളരെ ശ്രദ്ധിക്കണം. അതായത് അദ്ദേഹം പറഞ്ഞ തന്നെ ആർഗ്യുമെന്റ് ഉണ്ടോ, അതായത് വളരെ യുക്തിയൊക്കെ വെച്ച് ഇങ്ങനെ പറയും. അതായത് ഒരു അൺകോസ്ഡ് കോസ് ഉണ്ടായേ പറ്റൂ, അൺമൂവ്ഡ് മൂവർ, ഒരു എല്ലാ കാരണങ്ങളുടെയും പിന്നിൽ, എല്ലാ കോസുകളുടെയും എല്ലാ മൂവ്മെന്റിന്റെയും പിന്നിൽ അൺകോസ്ഡ് കോസായി അൺമൂവ്ഡ് മൂവറായിട്ട് ഒന്നും ഉണ്ടായേ പറ്റൂ എന്നൊക്കെ അദ്ദേഹം യുക്തി കൊണ്ട് പറഞ്ഞു. പിന്നെ പറഞ്ഞ എന്താണ്? അതിന്റെ സ്വഭാവം എന്തെന്ന് ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നു. അതെന്ത് പറഞ്ഞത്? വേറൊരു വഴിയില്ല. അവിടെ യുക്തിയൊന്നുമില്ല. പിന്നെ അവിടെ അത് സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് സ്വാനുഭൂതി സമ്പന്നരായ ഋഷീശ്വരന്മാർ പരമ്പരയായി പറഞ്ഞു പോയിരുന്നു. ഇത്രേ ഉള്ളൂ. ഇതൊക്കെ ഈ യുക്തിയുടെ വല്ല ആവശ്യമുണ്ടോ? ഇതെല്ലാം യുക്തിയെല്ലാം വെച്ച് പറഞ്ഞു അവസാനം അൺകോസ്ഡ് കോസ് ഉണ്ട്, അതുണ്ടായേ പറ്റൂ, നിയമ ബന്ധമുണ്ട്, കാര്യകാരണ ബന്ധമുണ്ട്, ഇതിന്റെ പിന്നിൽ പോയി ഒരു കോസ് ഉണ്ടായേ പറ്റൂ. അതൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം പറഞ്ഞു ഇനി ഉണ്ട് എന്ന് തന്നെ വെക്കുക. അത് അൺകോസ്ഡ് കോസ് ആയിട്ട് ഒന്നുണ്ട്, എന്തോ ഒരു സാധനം ഉണ്ട്, ഒരു കോക്കാച്ചി, എന്തോ ഒരു സാധനം. അതിന്റെ സ്വഭാവം സച്ചിദാനന്ദ സ്വരൂപമാണെന്ന് പറയാൻ എന്ത് ന്യായം? അത് സ്വാനുഭൂതി സമ്പന്നരായ ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മാത്രമാണ്. അത് വേദാന്ത വിഷയത്തിൽ ഇത് പറഞ്ഞില്ല. അത് മാത്രമേ ഉള്ളൂ ആധാരം. വേറൊരു തെളിവ് അതിനില്ല. അതോടെ തീർന്നു. അതോടെ നമുക്ക് പിന്നെ അത് സ്വീകാര്യമേ അല്ലാതായി കഴിഞ്ഞു അർത്ഥം. അതാണ് പറഞ്ഞത്. ഇപ്പൊ ഒരു അൺകോസ്ഡ് കോസ് ഉണ്ടായാൽ പോലും ദാറ്റ് ഡസന്റ് സപ്പോർട്ട് തീസം. ദൈവം ഉണ്ടെന്നാവുന്നില്ല എന്ന്. അവസാനത്തെ ഒന്നുകൂടെ, നാലാമത്തെ എന്താ വെച്ചാൽ ആർഗ്യുമെന്റ് ഫ്രം ഡിസൈൻ. ബേസിക് ആയിട്ട് നമ്മൾ ഒരു എന്താ പറയാ, നിരീശ്വരവാദ ക്ലാസ്സുകളിൽ സാധാരണ പറയുന്ന ബേസിക് റീസൺസ് ആണ് ഇതൊക്കെ. ഇതാണ് പക്ഷെ എന്ത്, ആ ഇരിക്കുന്ന ആൾക്കാരെ കണ്ട് എന്തോരം ജനാണ് തടിച്ചുകൂടി ഇരുന്നിട്ട് ഈ കേൾക്കുന്നത് മൊത്തം വളരെ ബേസിക് ആയിട്ടൊരു എസെൻഷ്യൽ എത്തീസം പരിചയമുള്ള ആർക്കും പൊളിച്ചു കൊടുക്കാൻ പറ്റിയ വളരെ ലളിതമായ വാദങ്ങളാണിത് എന്നുള്ളത് പക്ഷെ
ആൾക്കാർക്ക് ബോധ്യമില്ല. ഇത് മുഴുവൻ കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ എന്തോ മഹാകാര്യം പറയുന്നുള്ള രൂപത്തിൽ. ഈ വെഷ്ടി ശരീരം എന്തൊരു അത്ഭുതകരമായൊരു പിണ്ഡമാണിത്, എന്തൊരത്ഭുതം. ലക്ഷക്കണക്കിന് കോശങ്ങൾ, അവയ്ക്ക് ഓരോന്നിനും നിയതമായ വ്യക്തിത്വം. കാരണം അവയ്ക്ക് ഓരോന്നിനും അനുകൂലം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം. നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പരമാണുക്കൾ എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? അതായത് എല്ലാം ചലിക്കുന്നു, പിന്നെ അണുക്കൾ ചലിക്കുന്നു, അണുക്കൾക്കുള്ളിലെ അണുക്കളും ചലിക്കുന്നു. ഇതൊക്കെ വളരെ എന്താ പറയാ, വളരെ ബുദ്ധിപൂർവ്വം പറയണമെന്നാണ് വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു UP ക്ലാസ്സിലൊക്കെ കേൾക്കുമ്പോൾ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഇതേപോലെ ക്ലാസ്സുകളിൽ ഇരുന്ന് കേൾക്കുമ്പോൾ മാഷ് ഇപ്പോഴും എന്നെ UP സ്കൂളിൽ ഇത് സയൻസ് പഠിപ്പിച്ച മാഷ് പറഞ്ഞവർക്കുണ്ട്, ഈ മേശയുണ്ടല്ലോ ഇത് മുഴുവനും തന്മാത്രകളും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ തന്മാത്രകൾ പരസ്പരം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേരളത്തിൽ ഓരോ കുട്ടിയുടെ മനസ്സിലുണ്ട്, ഇങ്ങനെ ചലിക്കുന്ന തന്മാത്രകളാൽ നിർമ്മിതമാണ് ഈ നമ്മൾ ഈ കാണുന്ന സാധനങ്ങൾ നോക്കിയുള്ളത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതവിടെ വളരെ വിദഗ്ധമായി പ്ലേസ് ചെയ്തു. അപ്പൊ നമ്മുടെ ലോകവീക്ഷണമായി ആദ്യം ഇതിനെ പൊരുത്തപ്പെടുത്തി. ചലിക്കാത്ത ഒന്നുമില്ല, അണുവുമില്ല, അണുവിനുള്ളിലെ അണുവുമില്ല. ശരിയാണല്ലോ, 7ാം ക്ലാസ് പഠിച്ചതും 10ാം ക്ലാസ് പഠിച്ചവരെ കറക്റ്റായിട്ട് ഓർമ്മ വന്നു. കാരണം അണുവിനുള്ളിൽ ഇലക്ട്രോണുകൾ ചലിക്കുന്നു, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ അദ്ദേഹം ആദ്യമേ അങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതും കൂടെ കൂട്ടിയാണ് കോംപ്രമൈസ് ചെയ്തതെന്നാ മനസ്സിലായി. അപ്പൊ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു അൺകോസ്ഡ് കോസ് ഉണ്ട്. അതേപോലെയാണ് ഇവിടെ. സാധാരണ നമ്മളിപ്പോ ഈ പഴയ വേദാന്ത ഗ്രന്ഥങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ കോശങ്ങള്, കോശദ്രവ്യം ഇതൊന്നും അതുണ്ടാവില്ല. അതിൽ പഞ്ചഭൂതങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അത് പല വേദാന്തികളും അങ്ങനെ തന്നെ പറയാം, പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ തന്നെ പറയാം. അല്ലാണ്ട് ഈ ശരീരം കോശനിർമ്മിതമാണെന്നൊക്കെ റോബർട്ട് ഹുക്കൊക്കെ പിന്നല്ലേ വന്നത്, കോശ സിദ്ധാന്തമൊക്കെ പിന്നല്ലേ വന്നത്. ഇവിടെ ഇദ്ദേഹം അതൊന്നും പറയില്ല. ഇതൊന്നും പഴയ വേദാന്ത ഗ്രന്ഥങ്ങളില്ല. കോശങ്ങളും കോശ സമൂഹങ്ങളും ടിഷ്യൂസും ബോഡി അതൊന്നും പഴയ ഗ്രന്ഥങ്ങളിലില്ല എന്നും അദ്ദേഹം പറയില്ല. അതൊക്കെ പഴയ ഗ്രന്ഥങ്ങളുണ്ട് എന്നുള്ള രൂപത്തിലാണ് പഴയ സംസ്കൃത ശ്ലോകങ്ങളുടെ ഇടയിലൂടെ നമ്മുടെ സമകാലിക ധാരണയുമായി ഇതിനെ അങ്ങ് പൊരുത്തപ്പെടുത്തും വളരെ എളുപ്പത്തിൽ. ഇപ്പൊ കോശങ്ങളുണ്ട്, ഇത് കേട്ടോളൂ, എന്തൊരു അത്ഭുതമാണ് ഈ ശരീരം. ായതിലേക്ക് പ്രവൃത്തിയും പ്രതികൂലമായതിൽ നിന്ന് നിവൃത്തിയുമുണ്ട്. അതുകൊണ്ട് അവയ്ക്ക് വ്യക്തിഭാവമുണ്ട്. അതാണ് വ്യക്തിത്വം എന്ന് പറഞ്ഞത്. ഇങ്ങനെ സ്വതന്ത്രമായ തനതായ വ്യക്തിത്വത്തോടു കൂടിയ കോടിക്കണക്കിന് കോശങ്ങൾ ചേർന്ന് അനേകായിരം കോശ സമൂഹങ്ങളായി അവ ചേർന്ന് പ്രത്യേകം പ്രത്യേകം അവയവ വിശേഷങ്ങളായി അവ ചേർന്ന് ഈ പിണ്ഡം, ഈ ശരീരമായി ഞാൻ നിലനിൽക്കുമ്പോ, ഇതിൽ ഞാൻ നിലനിൽക്കുമ്പോ, ഇതിനെ മുഴുവൻ ഞാൻ നിലനിൽക്കുമ്പോൾ, അവിടെ തിരുത്തിയാണ്ടോ, ഇതിൽ ഞാൻ നിലനിൽക്കുമ്പോൾ, അത് വ്യത്യാസമുണ്ട്. ഇതല്ല ഞാൻ എന്നാണ് പറയുന്നത്, ഞാൻ ഇതിനകത്താണെന്നാണ്. അപ്പൊ അതുവരെ അദ്ദേഹം എന്ത് പറഞ്ഞു, ആ കോമൺ സെൻസിനെ ഇങ്ങനെ നമുക്കുള്ള കോമൺ സെൻസിനെ അത് ഉപയോഗിച്ചുകൊണ്ട് വരുന്നത്. നമുക്കിതൊക്കെ അറിയാം, ഒരു സാമാന്യ ശാസ്ത്രബോധമുള്ളവർക്ക് അറിയാം, ഇത് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമല്ല, വിവിധ സെല്ലുകൾ കൊണ്ട് നിർമ്മിതമാണ്. സെല്ലുകൾ ടിഷ്യൂസ് ഉണ്ടാവും, ടിഷ്യൂസ് ഓർഗാൻസ് ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ശാസ്ത്രീയ ധാരണയൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ ഞാൻ നിലനിൽക്കുമ്പോൾ എന്നത് വരെ നമ്മുടെ പൊതുധാരണയാണ്. അവിടെ അദ്ദേഹം അടുത്ത വാദം കൊണ്ടാണ് ഇതിൽ ഞാൻ നിലനിൽക്കുമ്പോൾ. അതാണ് ആ ഒരു മാജിക്കിന്റെ ടെക്നിക്ക്. ഇങ്ങനെ ഞാൻ നിലനിൽക്കുന്നതല്ല പറഞ്ഞത്, ഇതിൽ ഞാൻ നിലനിൽക്കുമ്പോൾ. അപ്പൊ എന്തായി, വളരെ കൃത്യമായി അദ്ദേഹം നേരത്തെ ചെയ്തപോലെ സയൻസിനെ കോഓപ്റ്റ് ചെയ്തു. ശാസ്ത്രത്തിന്റെ ആ ഒരു ലോക ചിത്രത്തെ അദ്ദേഹത്തിന്റെ പഴയ ലോകവീക്ഷണത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തതാണ്. ചേരുംപടി ചേർത്തിണക്കി ഒരു സംഘാതമാക്കി നിലനിർത്തുന്ന അമേയമായൊരു നിയമവ്യവസ്ഥയുണ്ടല്ലോ, അത് അത്യത്ഭുതകരമെന്നല്ലാതെ എന്തു പറയാൻ. അത്യന്ത കുശല ശില്പിമാർക്ക് പോലും നിരൂപണം ചെയ്യാൻ പ്രയാസകരമായതാണ് ഈ ശരീരത്തിന്റെ ഘടന എന്ന് ഭാഷ്യകാരൻ അന്നേക്കന്നേ തന്റെ ഭാഷ്യത്തിൽ പറഞ്ഞു വെച്ചത് ഇന്നും എന്നും പ്രസക്തമാണ്. എങ്കിൽ ഈ വ്യഷ്ടിദേഹത്തിലും സമഷ്ടിദേഹത്തിലും ഇതിനെ മുഴുവൻ ചേർത്തിണക്കി നിയന്ത്രിക്കുന്ന നിയമിക്കുന്ന ശക്തിവിശേഷം, ഈ ശക്തിവിശേഷത്തിന്റെ നിയമനമില്ലെങ്കിൽ ഈ ശരീരമില്ല. നോക്കൂ, കാണുക എന്ന് പറഞ്ഞ പ്രക്രിയ വളരെ സങ്കീർണമാണ്, കേൾക്കുക എന്ന് പറഞ്ഞ പ്രക്രിയ വളരെ സങ്കീർണമാണ്. അതിനെക്കുറിച്ച് ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള എത്രയോ വിദ്വാൻമാർ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഇതുപോലെ ഓരോ പ്രവർത്തനവും സങ്കീർണമാണ്. ചിരിക്കുന്ന പ്രക്രിയ എത്ര സങ്കീർണം,
കരയുന്നതോ കണ്ണുപൂട്ടി തുറക്കുന്നതോ മലമൂത്രം വിസർജനം ചെയ്യുന്നതോ അതിനേക്കാൾ ചെയ്യാതിരിക്കണതോ? അത്യത്ഭുതമാണ്. ഓരോന്നിൻ്റെയും പിന്നിലുള്ള നിയമക്രമങ്ങളെ നമ്മൾ അല്പം ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ അത്യത്ഭുതകരം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, വളരെ സങ്കീർണമായൊരു പ്രക്രിയയിലൂടെ ഞാൻ കണ്ടു, വളരെ സങ്കീർണമായൊരു പ്രക്രിയയിലൂടെ ഞാൻ കേട്ടുവെങ്കിൽ ഇത് രണ്ടും ഒരു ഞാനല്ലേ ചെയ്തത്? ഈ രണ്ടു തരം അറിവിനെ സ്വരൂപിക്കുന്ന ക്രിയയെ ചെയ്യുന്ന വിശേഷതകള് ഞാനാകുന്ന ഒരു സാമാന്യത്തിൽ എങ്ങനെ യോജിച്ചു? അതിനെ ചെയ്തതാര്? കോർത്തിണക്കിയതാര്? ഇല്ലെങ്കിൽ കണ്ടവനൊന്ന് വേറെ കേട്ടവനൊന്ന് വേറെ എന്നുള്ള ബോധമായിരുന്നു വേണ്ടിയിരുന്നത്. ആരിതിനെ ചേർത്ത് കോർത്ത് ഘടിപ്പിക്കുന്നു? ആ ഘടിപ്പിക്കുന്നവന്റെ അഭാവത്തിൽ ഇതൊന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ. എങ്കിൽ അനന്തകോടി ഗ്രഹനക്ഷത്രങ്ങൾ അടങ്ങുന്ന ഈ ബ്രഹ്മാണ്ടത്തെയും ചേർത്ത് കോർത്ത് ധരിക്കുന്ന ഒരു പ്രജ്ഞാവിശേഷം, ഒരു ബോധസ്വരൂപം ഉണ്ടായേ തീരൂ. ഒരു പ്രജ്ഞാവിശേഷം, ഒരു ബോധസ്വരൂപം. അപ്പൊ ഇത് ആർഗ്യുമെന്റ് ഫ്രം ഡിസൈനാണ്, വേറെ ഒന്നുമില്ല. ബേസിക്കലി ആർഗ്യുമെന്റ് ഫ്രം ഡിസൈനാണ്. ഞാൻ പറഞ്ഞ ഇത്ര ലളിതമായ കാര്യങ്ങളാണ് നമുക്ക് വളരെ സാമാന്യ ശാസ്ത്രബോധമുള്ള സയന്റിഫിക് ടെമ്പറുള്ള ഒരു സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞാൽ പരിഹാസ്യമാവുന്ന വാദങ്ങളാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ജനസമൂഹം മൊത്തം ഇത് കേട്ട് കൈയടിക്കുകയും വളരെ ആനന്ദ തുന്തിലരായി ഭവിക്കുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ സ്വതന്ത്രമായ തനതായ വ്യക്തിത്വത്തോടുകൂടിയ കോടിക്കണക്കിന് കോശങ്ങൾ ചേർന്ന് അനേകായിരം കോശ സമൂഹങ്ങളായി, അവ ചേർന്ന് പ്രത്യേകം അവയവവിശേഷങ്ങളായി, അവ ചേർന്ന് ഈ പിണ്ഡം, ഈ ശരീരമായി ഞാൻ നിലനിൽക്കുമ്പോൾ, ഇതിൽ ഞാൻ നിലനിൽക്കുമ്പോൾ, ഇതിനെ മുഴുവൻ ചേരുംപടി ചേർത്തിണക്കി ഒരു സംഘാതമാക്കി നിലനിർത്തുന്ന അമേയമായൊരു നിയമവ്യവസ്ഥയുണ്ടല്ലോ, അത് അത്യത്ഭുതകരം എന്നല്ലാതെ എന്തു പറയാൻ. അത്യന്ത കുശല ശില്പിമാർക്ക് പോലും നിരൂപണം ചെയ്യാൻ പ്രയാസകരമായതാണ് ഈ ശരീരത്തിന്റെ ഘടന എന്ന് ഭാഷ്യകാരൻ അന്നേക്കന്നേ ഇതിന്റെ ഭാഷ്യത്തിൽ പറഞ്ഞു വെച്ചത് ഇന്നും പ്രസക്തമാണ്. അപ്പൊ ഈ അത്യന്ത കുശല ശില്പിമാർക്ക് പോലും നിരൂപണം ചെയ്യാൻ പ്രയാസകരമാണ് ശരീരത്തിന്റെ ഘടന എന്ന് ഭാഷ്യകാരൻ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന് ഈ സെല്ലിനൊന്നും അറിയില്ല. ഇത് ആരോട് പറയുന്നു? ഇത് പറയുന്നത് കോശ സിദ്ധാന്തത്തിന്റെ ശേഷമുള്ള ഒരു സമൂഹത്തിനോടാണ്. അപ്പൊ സമൂഹം ഇവർക്ക് അറിയാം കോശങ്ങളാണ്, കോശങ്ങൾ ടിഷ്യൂസാണ്, ടിഷ്യൂസ് നിന്നാണ് ഓർഗാൻസ് ഉണ്ടാകുന്നത്, എങ്ങനെയൊക്കെയാണ് ശരീരഘടന എന്നുള്ള അടിസ്ഥാന ധാരണയുടെ സമൂഹത്തിൽ പറയുമ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് ഇതും കൂടെ ഭാഷ്യകാരൻ പറഞ്ഞു നിങ്ങൾ വരികയാണ്. ഭാഷ്യകാരൻ ഇതൊന്നും അറിയാതെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്ഭുതം ഈ ആർഗ്യുമെന്റ് ഫ്രം ഡിസൈൻ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഒരിക്കൽ കൂടി മനുഷ്യപ്രകൃതിയുടെ ഡാർവീൻ തിരിച്ചറിവുകളാണ് ഇതിനൊക്കെ നമുക്ക് പൊളിക്കാൻ. അപ്പോൾ ഇതിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ ഒരു എവല്യൂഷൻ എ ഗ്രാഫിക് ഗൈഡ് എന്നൊരു പുസ്തകമുണ്ട്. വലിയ എവല്യൂഷൻ ഒന്നും പോണ്ട, വളരെ ലളിതമായിട്ടുള്ള എവല്യൂഷന്റെ ഒക്കെ എല്ലാം 101 മതി. എവല്യൂഷന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് എല്ലാ കുട്ടികളും വായിക്കാൻ കൊടുക്കുന്ന ഒരു പുസ്തകമാണിത്. എവല്യൂഷൻ എ ഗ്രാഫിക് ഗൈഡ്, ചിത്രങ്ങളാണ് മൊത്തത്തിൽ. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് നോക്കാൻ വേണ്ടി ഞാനൊന്ന് അത് എൻ്റെ ഒരു നെറ്റിലൊന്ന് സെർച്ച് ചെയ്യാന്ന് വെച്ചാൽ നെറ്റിൽ നോക്കിയപ്പോൾ ഇത് ചെയ്തേക്കുന്നത് വിജിത് റോയിയുടെ, അതെനിക്ക് വളരെ ഒരു എന്താ പറയുക ദുഃഖവും ഒരു എന്തൊക്കെയോ തോന്നി. ഇദ്ദേഹം മരിച്ചുപോയല്ലോ, വെട്ടിക്കൊന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ബ്ലോഗ് ഇപ്പോഴും ഇവിടെ നിലവിലുണ്ട്. ആ ബ്ലോഗിലാണ് ഈ ചിത്രം തപ്പിയപ്പോൾ ഈ ചിത്രങ്ങൾ നോക്കിപ്പോയപ്പോൾ ചിത്രം പോയി നോക്കിയപ്പോൾ അബീത് റോയുടെ വെബ്സൈറ്റിലാണ്. അബീത് റോയ് ചെയ്തത് എന്താണ്? ബംഗ്ലാദേശിൽ അവിടെ ഉള്ള ഈ ആർഗ്യുമെന്റ് ഫ്രം ഡിസൈനും ഇതുപോലെയുള്ള ഈ മതകീയമായ ധാരണകളെ എൻലൈറ്റൻമെന്റ് സ്റ്റൈൽ ക്രിട്ടിക്കിന് വിധേയമാക്കുകയാണ് ഇദ്ദേഹം ചെയ്തത്, അബീത് റോയ്. അതിനാണ് വെട്ടിക്കൊന്നത്. ഇതേ സംഗതി ഇവിടെ ചെയ്യാൻ ആളില്ല. ഇവിടെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, അതായത് ഈ പെർഹാപ്സ് ഗോഡ് പ്ലാൻഡ് ഔട്ട് ഹോൾ പ്രൊഡക്ഷൻ ഓഫ് എവല്യൂഷൻ ആണ് അർത്ഥം. അപ്പോൾ ഇതിൽ ഈ ഡാർവിൻ്റെ ഇവിടെ പറയണം, നമ്മൾ ശരിക്കും ഡാർവീനിയൻ ലോകവീക്ഷണം മനസ്സിലാക്കുക. ഡാർവീനു ശേഷം ഡെവലപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ലോകവീക്ഷണം, ഈ ആധുനിക ഈ ജീവിപരിണാമം, പ്രകൃതി നിർദ്ധാരണത്തിലൂടെ ജീവിപരിണാമം എന്ന വസ്തുത മനസ്സിലാക്കിയ പിന്നെ ദൈവത്തിനൊരു സ്ഥാനമില്ലാന്ന്. ഇത് വില്യം പെലെയുടെ നാച്ചുറൽ തിയോളജിയിൽ ഇദ്ദേഹം പറയുന്നതാണ്. എന്തൊരു അത്യന്ത കുശല ശില്പിമാർക്ക് പോലും നിരൂപണം ചെയ്യാൻ പ്രയാസമാണല്ലോ ഈ വുഡ് പെക്കറിന്റെ കുക്ക് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഏതൊരു വാച്ച് മേക്കറിനാണ് ഇത്രയും ഇങ്ങനത്തെ ഒരു ഇതിനു വേണ്ടി കൃത്യമായി അഡോപ്റ്റ് ചെയ്യപ്പെട്ടുള്ള ഈ വുഡ് പെക്കറിന്റെ ഈ കുക്ക് കണ്ടാൽ ഇത്ര കുശലനായ ഒരു ശില്പിക്കല്ലേ ഇത് ചെയ്യാൻ പറ്റൂ? ഒരു വാച്ച് കിടക്കുന്ന കണ്ടാൽ അതിന്റെ പിന്നിലൊരു വാച്ച് മേക്കർ ഉണ്ട് എന്നല്ലേ നമ്മൾ വിചാരിക്കുക എന്ന് വില്യം പെലെ. ഇദ്ദേഹം എവിടെയാണ്? നമ്മുടെ
എൻലൈറ്റ്മെന്റിന്റെ കാലത്തുള്ള ആളാണ്. 1943 നാച്ചുറൽ തിയോളജി എന്ന ബുക്കിൽ പറയുകയാണ്. കാരണം അന്ന് ഈ വിമർശനങ്ങൾ നേരിടാൻ ഇവർ റിഫൈൻ ചെയ്യാണ്, കുറേ കൂടി പറയും, പുതിയ പുതിയ സിദ്ധാന്തങ്ങളിലൂടെയും പുതിയ പുതിയ നിരീക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി ഉള്ള വാദങ്ങൾ ഉന്നയിക്കാം. ഇതാണ് ഈ കുശലശില്പി. ഇതൊക്കെ ഈ ഭാഷ്യകാരൻ പറഞ്ഞു വെച്ചൊക്കെ തന്നെയാണ് വില്യം പലെ അവിടെ പറഞ്ഞത്. പലെ സെറ്റ് യു മസ്റ്റ് നോ ഇറ്റ് ഹാവ് ബീൻ മെയ്ഡ് ബൈ എൻ ഇന്റലിജന്റ് ക്രീച്ചർ എന്നാണ്. അപ്പൊ അത് ഇദ്ദേഹം ഇങ്ങനെ പറയാണ്, നോക്കൂ എത്ര എത്ര. അപ്പൊ ഇത് ഡാർവിൻ പറയുന്നതാണ്, നാച്ചുറൽ സെലക്ഷൻ കൊണ്ട് മാത്രം ഇത് നമുക്ക് വിശദീകരിക്കാൻ പറ്റും. ഒരു ഇതുപോലെ ഓരോ തലമുറ നമുക്ക് അറിയുന്നതാണല്ലോ എങ്ങനെ നാച്ചുറൽ സെലക്ഷൻ, എവല്യൂഷൻ ത്രൂ നാച്ചുറൽ സെലക്ഷൻ എന്നുള്ളത് ഓരോ തലമുറകളിലൂടെ ഈട്ടം കൂടി വരുന്ന ജനിതകം എന്നൊക്കെ പിന്നെ വരുന്നതാണ്, വ്യതിയാനങ്ങൾ കൂടി 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 വന്ന് ഒരു മരം കൊത്തിയുടെ കൊക്കാവുക എന്നത് തീർത്തും സാധാരണമായ ഒരു ദൈവത്തിന്റെ ഇടപെടൽ ആവശ്യമില്ല എന്നാണ് ഡാർവിൻ മനസ്സിലാക്കുന്നത്, വ്യക്തമാക്കി തരുന്നത് തെളിവ് സഹിതം. അപ്പോൾ ക്യുമുലേറ്റീവ് നാച്ചുറൽ സെലക്ഷൻ ക്യാൻ ഡിസൈൻ എനിത്തിങ് നോ മാറ്റർ ഹൗ കോംപ്ലക്സ്. ഇത് അടിസ്ഥാനപരമായി നമുക്കിന്ന് അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ സ്കൂളുകളിലെ ശാസ്ത്ര പഠനത്തിന്റെ രീതി കാരണം ഇതൊന്നും കുട്ടികൾക്ക് മനസ്സിലാവില്ല. അവര് പരിണാമത്തിന്റെ തെളിവുകൾ എന്തെല്ലാം 1 2 3 4 5 എന്ന് പരീക്ഷ എഴുതി പാസ്സാവും. പക്ഷെ ഈ വസ്തുത മനസ്സിലാക്കില്ല. ഇത് മനസ്സിലാക്കിയ പിന്നെ ഇവിടെ ദൈവത്തിന്റെ ആവശ്യമില്ല, ഈശാവാസ്യം ഇതം സർവ്വം എന്ന് പറയുന്നതൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കാനുള്ള രീതിയിൽ അവർ ശാസ്ത്രം പഠിക്കുന്നില്ല. എനിത്തിങ് നമ്മൾ ഈ കാണുന്ന ഈ കോംപ്ലക്സിറ്റി, അത്യന്ത കുശല ശില്പിമാർക്ക് പോലും നിരൂപിക്കാൻ പ്രയാസമായിട്ടുള്ള ഈ പറഞ്ഞ സ്ട്രക്ചറുകളൊക്കെ, ഈ വിചിത്രമായ ഈ ജീവലോകത്തിന്റെ ഘടനാ വൈചിത്രങ്ങളൊക്കെ തന്നെ ഇതൊക്കെ പ്രകൃതി നിർദ്ധാരണത്തിലൂടെയുള്ള ജീവപരിണാമത്തിൽ തീർത്തും സുസാധ്യമാണ് എന്ന് മനസ്സിലാക്കിയാൽ ആർഗ്യുമെന്റ് ഫ്രം ഡിസൈൻ അതോടെ പൊളിഞ്ഞു. ഇത്രയേ പറയാനുള്ളൂ ഇവിടെ ഈ വേദാന്തത്തിൽ. ഇത്രയൊക്കെ തന്നെ വേദാന്തത്തിലുള്ളൂ. ആണ് വേദാന്തം തീർക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഉപനിഷത്ത് എന്തോ ഭയങ്കര സംഭവമാണ്. 3000 കൊല്ലം മുമ്പുള്ള ആൾക്കാരുടെ പല തെറ്റിദ്ധാരണകളാണ് വാസ്തവത്തിലുള്ളത്. റിച്ചാർഡ് ഡോക്കിൻസ് പറയില്ലേ, ബ്ലൈൻഡ് മേക്കർ, ബ്ലൈൻഡ് വാച്ച് മേക്കർ എന്നാണ് അദ്ദേഹം പ്രതിധാരണത്തെ കുറിച്ച് പറയും. അനന്തകോടി ഗ്രഹനക്ഷത്രങ്ങൾ അടങ്ങുന്ന ഈ ബ്രഹ്മാണ്ടത്തെയും കോർത്ത് ചേർത്ത് ധരിക്കുന്ന ഒരു പ്രജ്ഞാവിശേഷം. അതവിടെ നിന്ന് ഈ ആർഗ്യുമെന്റ് ഇങ്ങനെ ശരീരം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണല്ലോ ഈ പ്രപഞ്ചം മൊത്തം. അങ്ങനെയാണ് അനന്തകോടി ഗ്രഹനക്ഷത്രങ്ങൾ ഈ ബ്രഹ്മാണ്ടത്തെയും ചേർത്ത് കോർത്ത് ധരിക്കുന്ന ഒരു പ്രജ്ഞാവിശേഷം, ഒരു ബോധസ്വരൂപം ഉണ്ടായേ തീരൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ നിലനിർത്തുന്നത് നമ്മുടെ ഉള്ളിലുള്ള ബോധമാണ്. അതാണ് മുമ്പ് പറഞ്ഞത്, ഇതിനകത്ത് ഞാൻ ആണ്. അതവിടെ അതിനടുത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ബോധസ്വരൂപമാണ് ഇതിനൊക്കെ കോർത്ത് ധരിക്കുന്നത്. മൂപ്പരങ്ങ് കയ്യിൽ നിട്ടു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ബോധസ്വരൂപം കൊണ്ട് ഈ ലോകം മൊത്തം, ഈ പ്രപഞ്ചം മൊത്തം ഉണ്ടാക്കിയിരിക്കണമെന്ന് പറഞ്ഞു. ഇത് 18ാം നൂറ്റാണ്ടിൽ തന്നെ തീർന്നതാണ്. അതായത് നെപ്പോളിയൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ലാപ്ലേസിനോട് ചോദിക്കുന്നത്, നിങ്ങളുടെ പുസ്തകത്തിൽ ദൈവത്തിന്റെ പേരെ കാണുന്നില്ലോ എന്ന്. അപ്പൊ മൂപ്പര് പറഞ്ഞതാണ്, അപ്പോ ഇതാണ് മുമ്പ് പറഞ്ഞത്, ഐ ഹാവ് നോ നീഡ് ഓഫ് ദാറ്റ് ഹൈപ്പോത്തിസിസ് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ സംഗതി ആവശ്യമില്ല. ഇന്ന് നമുക്ക് പ്രപഞ്ചത്തിനെ ഈ ഗ്രഹനക്ഷത്രങ്ങളൊക്കെ വിശദീകരിക്കാൻ ഇത്തരത്തിലുള്ള ഒരു പ്രജ്ഞാവിശേഷത്തിന്റെയോ ബോധസ്വരൂപത്തിന്റെയോ ഒരു ഹൈപ്പോത്തിസിസ് ആവശ്യമില്ല എന്ന് 18ാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ ലോകത്ത് വ്യക്തമായി കഴിഞ്ഞാണ്. നമുക്കിന്നത് വ്യക്തമായിട്ടില്ല. നമ്മളിവിടെ ഇന്നും ആൾക്കാർ വലിയ ഇതിങ്ങനെ കൂടിയിട്ട് പറയും, ഇതിങ്ങനെ അനന്തകോടി ഗ്രഹനക്ഷത്രങ്ങൾ ഈ ബ്രഹ്മാണ്ടത്തെ ചേർത്ത് കോർത്ത് ധരിക്കുന്ന പ്രജ്ഞാവിശേഷം ബോധസ്വരൂപം ഉണ്ടായേ പറ്റൂ എന്നെല്ലാവരും പറയും. ഹര ഹരോ ഹര എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് ഡാർവിൻസ് തിയറി റിവേഴ്സസ് ദ ട്രഡീഷണൽ ഓർഡർ ഓഫ് എക്സ്പ്ലനേഷൻ. ഇതാണ് പോസ്റ്റ് ഡാർവീനിയൻ ലോകവീക്ഷണം നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ലോകവീക്ഷണം, പോസ്റ്റ് ഡാർവീനിയൻ ലോകവീക്ഷണവും ഔപനിഷദിക ലോകവീക്ഷണവും പൊരുത്തപ്പെടാത്തതെന്നാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. എന്താണ് പോസ്റ്റ് ഡാർവീനിയൻ ലോകവീക്ഷണം? ഇറ്റ് ഇസ് എ റിവേഴ്സൽ ഓഫ് ട്രഡീഷണൽ ഓർഡർ ഓഫ് എക്സ്പ്ലനേഷൻ ബൈ അക്കൗണ്ടിങ്. മറ്റേതെങ്ങനെയാണ്, അതീവ കോംപ്ലക്സ് ആയിട്ടുള്ള, അതീവ സങ്കീർണമായ, ഏറ്റവും സങ്കീർണതയുടെ പരമകാഷ്ഠയിലെത്തിയ ഒരു സ്രഷ്ടാവ് അതിനേക്കാളും കുറച്ചും കൂടി കോംപ്ലക്സിറ്റി കുറഞ്ഞ നമ്മളെ സൃഷ്ടിക്കുന്നു. നമ്മൾ അതിനേക്കാളും കോംപ്ലക്സിറ്റി കുറഞ്ഞ വാച്ചും മൈക്രോഫോൺ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ ട്രഡീഷണൽ ഓർഡർ ഓഫ് എക്സ്പ്ലനേഷൻ. ഇത് ഡാർവിൻസ് തിയറി റിവേഴ്സസ് ട്രഡീഷണൽ ഓർഡർ ഓഫ് എക്സ്പ്ലനേഷൻ. ദ അക്കൗണ്ടിങ് ഫോർ ദ ഹയർ ഇൻ ടേംസ് ഓഫ് ലോവർ. ഏറ്റവും ലളിതമായ കേവല ജീവസ്വഭാവമില്ലാത്ത തന്മാത്രകളിൽ നിന്ന് ഏകകോശ ജീവികളും, അതിൽ നിന്ന് പരിണമിച്ച് ബഹുകോശ ജീവികളും, അതിൽ നിന്ന് പരിണമിച്ച് കൂടുതൽ കോംപ്ലക്സ് ആയ ജീവികളും ഉണ്ടാവുക എന്ന ട്രഡീഷണൽ ഓർഡറിനെ റിവേഴ്സ് ചെയ്തിട്ടുള്ള ഒരു പുതിയ ഓർഡർ ഉണ്ടാക്കിയതാണ്. ഇതിന്റെ തത്വശാസ്ത്രപരമായ പ്രാധാന്യം നമുക്ക് ഇന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ കേട്ട് വായ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പ്രജ്ഞാവിശേഷന്റെ കഥയൊക്കെ പറയുമ്പോൾ ഡാർവിൻ സ്ട്രേഞ്ച് ഇൻവേർഷൻ ഓഫ് റീസണിങ് എന്നാണ് ഈ ഇതിനെ പറ്റിയിട്ട് ഡെനറ്റ് പറയാം. ഡാർവിൻസ് ഡേഞ്ചറസ് ഐഡിയ എന്നുള്ള പുസ്തകത്തിൽ, ഇൻ ഓർഡർ ടു മേക്ക് എ പെർഫെക്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ മെഷീൻ ഇറ്റ് ഇസ് നോട്ട് റിക്വസ്റ്റ് ടു നോ ഹൗ ടു മേക്ക് ഇറ്റ് എന്ന
ഡാർവിനെ കളിയാക്കി പറഞ്ഞ വാചകം എക്സാക്ട്ലി Darwin's strange inversion of reasoning was in fact a new and wonderful way of thinking, completely overturning the mind first way. ഇതാണ് പോസ്റ്റ് ഡാർവീനിയൻ ലോകവീക്ഷണം. ഇവിടെ ഈ ഉപനിഷത്ത് വീക്ഷണമൊക്കെ അതിപുരാതനം പഴകിയ പ്രാക്തന അന്ധവിശ്വാസങ്ങൾ മാത്രമായി തീരുകയാണ്. ഇത് ഡോക്കിൻസിന്റെ വാചകമാണ്. ഏറ്റവും ബേസിക്കായ പുസ്തകങ്ങളെ നമുക്ക് നോക്കേണ്ടുള്ളൂ ഇതിലൊക്കെ. Thanks to Darwin, it is no longer true to say that nothing that we know looks designed unless it is designed. അതാണല്ലോ പറയുന്നത്. ഡിസൈൻ ചെയ്യപ്പെട്ടതായി നമുക്ക് തോന്നുന്ന, അതാണല്ലോ ഇദ്ദേഹം പറഞ്ഞത്. എന്തൊരു അത്ഭുതമാണ് മൂത്രമൊഴിക്കലും, എന്തൊരു അത്ഭുതമാണ് മൂത്രമൊഴിക്കാതിരിക്കലും എന്നൊക്കെ പറഞ്ഞേക്കാം. ഇതൊക്കെ ഈ ഡിസൈനൊക്കെ ഇങ്ങനെ ഡിസൈൻഡായി നമുക്ക് കാണപ്പെടുന്ന സാധനങ്ങളൊക്കെ ഇറ്റ് ഈസ് നോ ലോങ്ങർ ട്രൂ ടു സേ ദാറ്റ് നത്തിങ് ദാറ്റ് വി നോ ലുക്സ് ഡിസൈൻഡ് അൺലെസ് ഇറ്റ് ഈസ് ഡിസൈൻഡ്. ഡിസൈൻഡ് അല്ലാത്ത ഒരു സാധനം ഡിസൈൻഡായി തോന്നാം എന്നാണ് പറയുന്നത്. അതാണ് പുതിയ എക്സ്പ്ലനേഷൻ. ഇറ്റ്സ് കോൾഡ് സ്യൂഡോ ഡിസൈൻ. അപ്പോൾ എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ പ്രൊഡ്യൂസസ് എൻ എക്സലന്റ് സിമുലാക്രം ഓഫ് ഡിസൈൻ. ഡിസൈൻ ആണെന്ന് നമുക്ക് തോന്നുന്ന ഇതുപോലെ ബ്ലൈൻഡ് വാച്ച് മേക്കർ, കണ്ണ് പൊട്ടനായ ഒരു വാച്ച് മേക്കറാണ് അവിടെ നാച്ചുറൽ സെലക്ഷൻ. ബോധപൂർവമായ ഒരു ശ്രമത്തിന്റെ ഭാഗമായി എല്ലാം ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നമുക്കിന്ന് അറിയാം, അല്ലെങ്കിൽ അറിയണം. നമ്മുടെ വിദ്യാർത്ഥികൾക്കൊന്നും അറിയില്ല എന്ന് മാത്രമാണ്. അന്ധമായ മുൻകാഴ്ചയോ ആസൂത്രണമോ ഇല്ലാത്ത പ്രകൃതി നിർദ്ധാരണം എന്ന ശില്പിയുടെ സൃഷ്ടിയാണിത്. അന്ധനായ വാച്ച് മേക്കറിന്റെ സൃഷ്ടിയാണ്. ഇതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യർ പ്രകൃതിയെക്കുറിച്ചും ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായി 1859 മുമ്പ്, അത് ഇവർ പറയണത് ക്രിസ്തുവർഷത്തിനും 1000 വർഷം മുമ്പ് എന്നാണ്. അപ്പോൾ 3000 കൊല്ലമായി. കോമണർക്കും 1000 കൊല്ലം മുമ്പേ, ബുദ്ധന് മുമ്പേ ആണല്ലോ. 1859 മുമ്പ് നടന്നിട്ടുള്ള എല്ലാ ശ്രമങ്ങളും വിലയില്ലാത്തതാണ്. ഈ ഡാർവീനിയൻ ഡാർവീനിയൻ തിരിച്ചറിവിനെ ഉൾക്കൊള്ളാനാവാത്ത ഏതൊരു ദർശനവും ഇന്ന് അപ്രസക്തമാണ്. അതുകൊണ്ട് ഉപനിഷത്തൊക്കെ വായിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നർത്ഥം. ഒരാവശ്യമില്ല. വെറുതെ പഴയ കാലത്തിന് ചരിത്രം വായിക്കാൻ നല്ലണ്ട്. നമ്മുടെ ലോകവീക്ഷണത്തിൽ ഒരു കാര്യവും പുതുതായിട്ട് അതിന് താനില്ല എന്നാണ് അവഗണിക്കുന്നതാണ് നമുക്ക് നല്ലത്. ആ ഡാർവിൻ്റെ മനോഹരമായ ചിത്രം ഞാൻ എടുത്തു വെച്ചെന്ന് മാത്രം. ഇതാണ് ട്രീ ഓഫ് ലൈഫ്. ഐ തിങ്ക് എന്നൊരു വാക്കുണ്ട്. ഐ തിങ്ക് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ചിത്രമാണ്. ടീഷർട്ടിൽ ചെയ്യാവുന്ന സാധനം. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ചിത്രം. ഡാർവിൻ്റെ ഈ ചിത്രത്തിൽ നിന്ന് നമ്മളിപ്പം ഇതാണ് ഡാർവിൻ വരച്ച ചിത്രം. ഇവിടെ നിന്നാണ് ഇതിന് തുടങ്ങുന്നത്. ഒന്ന് നിങ്ങൾ തുടങ്ങി ഇങ്ങനെ ABCD എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ശാഖോപശാഖയായി പോകുന്ന ജീവിലോകത്തിന്റെ ചിത്രം ഡാർവിൻ തന്നെ നോട്ട്ബുക്കിൽ ഐ തിങ്ക് എന്നിട്ട് വരച്ചു വെച്ചാണ്. ഇന്ന് നമുക്ക് അറിയാം ഇത്ര കോംപ്ലക്സ് ആണത്. ഇങ്ങനെ ഏകകോശ ജീവികൾ തൊട്ട് ഇങ്ങോട്ടുള്ള പൂർവികരിലൂടെ പരിണമിച്ചുണ്ടായതാണ് കോടിക്കണക്കിന് കോശങ്ങൾ ചേർന്ന് അനേകായിരം കോശസമൂഹങ്ങളായി, അവ ചേർന്ന് പ്രത്യേകം അവയവവിശേഷങ്ങളായി, അവ ചേർന്ന് ഈ പിണ്ഡം, ഈ ശരീരം, അങ്ങനെയല്ലാത്ത ഒരു അവയവവിശേഷവും ഇല്ല എന്നുള്ളതാണ്. ഇതിന്റെ അറ്റത്ത് എവിടെയോ ഇവിടെയൊക്കെ നമ്മൾ ഇരിപ്പുണ്ട്. ഈ മാമൽ എന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ നമ്മൾ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കും ഇതുപോലെയുള്ള പ്രാധാന്യമേ നമുക്കുള്ളൂ എന്നർത്ഥം. കണ്ണുണ്ടായതാണ് ഈ കണ്ണ്. അത്യന്ത കുശലശില്പിക്ക് പോലും ഭാവന ചെയ്യാൻ പറ്റാത്ത കണ്ണ് എങ്ങനെയാണ് ഏകകോശ ജീവിയിലെ ലൈറ്റ് സ്പോട്ടിൽ നിന്ന് ഒരു ഫ്ലാറ്റ് വേമിന്റെ പിഗ്മെന്റഡ് സെൽസിൽ നിന്ന് ഒരു ഓപ്റ്റിക് കപ്പ് ആയി മാറുന്നത്. ഒരു ലൈറ്റ് സ്പോട്ട്, ലൈറ്റ് സെൻസിറ്റീവ് ഒരു സ്പോട്ട് മാത്രമാണ് അത് ഒരു ഏകകോശ ജീവിയിൽ. യുഗ്ലീൻ എന്ന് പറഞ്ഞത് പ്ലനേറിയ ഫ്ലാറ്റ് വേമാണ്. ഒരു ഓപ്റ്റിക് കപ്പ് എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു പിഗ്മെന്റഡ് സെൽസ് ഉണ്ടാവുന്നു. അത് കഴിഞ്ഞ് കപ്പ് കുറേം കൂടി ആഴം വെക്കുന്നു അടുത്ത ജീവികളിൽ. ആരും ചെയ്തിട്ടില്ല. അന്ധമായ മുൻകാഴ്ചയില്ലാത്ത പ്രകൃതി നിർദ്ധാരണത്തിലുണ്ടായി വരുന്ന കാരണമാണ്. പിൻ ഹോൾ ക്യാമറ പോലെയുള്ള ഒരു കണ്ണ്, അത് നോട്ടിലസ് എന്ന് പറഞ്ഞ ഒരു കടൽ ജീവിയിൽ നമുക്ക് കാണാം. പിൻഹോൾ ക്യാമറയിൽ പിന്നെ പതുക്കെ ലെൻസ് ഉണ്ടാവുന്നു. ഇതൊക്കെ കോടിക്കണക്കിന് വർഷങ്ങൾ ഉണ്ടാകുന്ന കാര്യമാണ്. പിന്നെ സ്ക്ലീറയും ഈ ഐറിസും ടിയർ ഗ്ലാൻഡും പോലെയുള്ള ഫർദർ മോഡി, ഇങ്ങനെയാണ് നമ്മുടെ കണ്ണുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ മസ്തിഷ്ക വികാസം ഉണ്ടാകുമ്പോൾ നമ്മുടെ വിഷ്വൽ കോർട്ടിക്കൽ റീജിയൻ മസ്തിഷ്കത്തിൽ വികസിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ കാഴ്ച ഇത്രയൊക്കെ കോംപ്ലക്സ് ആകുന്നത്. ഈ അന്ധനായ വാച്ച് മേക്കർ ആയതുകൊണ്ടാണ് നമുക്ക് അന്ധബിന്ദു ഉണ്ടാകുന്നത്. അത് കണ്ണിന്റെ പരിണാമം നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഇതിലൂടെ ഈ നെർവ് സെല്ലുകൾ ഇങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഉള്ളതിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് മാത്രമാണ് പരിണാമത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ. അല്ലാതെ പുതിയൊരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. ഡ്രോയിങ് തെറ്റിയെന്നുകൊണ്ട് തിരിച്ചു പോയി ചെയ്യാൻ പറ്റില്ല. ഇത് ഏകോശ രീതിയിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ എന്താണോ ഉള്ളത് അതിനെ മാത്രമേ പിന്നെ അടുത്ത ലെവലിൽ മോഡിഫൈ ചെയ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് എന്തായി? നമ്മുടെ കണ്ണിലൊരു അന്ധബിന്ദു ഉണ്ടായി. അത് വാച്ച് മേക്കറിന്റെ കയ്യബദ്ധമാണ്. അതല്ലാതെ ഒരു വഴിയില്ല. ഇതോടെ നമുക്ക് രണ്ടാം ഭാഗം അവസാനിപ്പിക്കാം. ഇനിയുള്ളത് കുറേം കൂടി ഹൈ ലെവൽ ബുൾഷിറ്റാണ്. ബോധം വേദാന്തവും സയൻസും എന്നുള്ള വിഷയം. അത് നമുക്ക് വേറൊരു അവസരത്തിലാവും. അതിനിയും പോയി 2 മണിക്കൂറെങ്കിലും നമുക്ക് ചുരുങ്ങിയത് വേണ്ടി വരും. ഇവിടെ വെച്ച് നമുക്ക് ചോദ്യ ഉത്തരവുകളൊക്കെ ആവാം.